തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. Hello and welcome to Flowers Comedy. ഇത് ഐറ്റം വേറെ. Flowers Comedy. ഇത് ഐറ്റം വേറെ. അപ്പൊ നമ്മുടെ കാര്യക്കാരെ ഞാൻ ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. നസീർക്ക, ഷാജ് ചേട്ടാ, പ്രസാദ് ചേട്ടാ, ഹലോ, വെൽക്കം. ആൻഡ് നമ്മുടെ ഇന്നത്തെ ഓഡിയൻസ്, ഹായ്, നമസ്കാരം, വെൽക്കം. അടൂരിൽ നിന്നുള്ള ഒന്നാണ് നമ്മൾ എന്ന് പറയുന്ന വാട്സ്ആപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഇവർ. അപ്പൊ ചിരിക്കാനും എൻജോയ് ചെയ്യാനും റെഡിയല്ലേ? അപ്പൊ നമ്മുടെ കാര്യക്കാരും റെഡി ആണെങ്കിൽ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ആദ്യ സ്കിറ്റിലേക്ക് കടക്കാം. നമ്മുടെ സ്വന്തം സുമി ചേച്ചി, മനോജ് ചേട്ടൻ ആൻഡ് അജീഷ് ചേട്ടൻ. വേറെ എങ്ങോട്ട് പോയി കണ്ടോ? വെളുപ്പിനെ 3 മണി ആയതേ ഉള്ളൂ. കെട്ടിയവൻ ഇറങ്ങി പോയേക്കോ. പറച്ചില് കേട്ടാത്തൊന്നും ജോലിക്ക് പോയേക്കോ. അല്ല, അയാളുടെ സ്ഥിരം ജോലി എവിടെയെങ്കിലും കിടന്നുറങ്ങും, എന്നിട്ട് സ്വപ്നം കാണും, അത് നടക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങ് നടക്കും. നമ്മുടെയൊക്കെ സ്വപ്നം എന്തുവാ? നല്ലൊരു ജോലിയല്ലേ. പക്ഷെ ഇയാള് സ്വപ്നം കണ്ട് നല്ലൊരു ജോലി അങ്ങോട്ട് കളഞ്ഞു. 2-3 ദിവസം മുന്നേ ഒരു സ്വപ്നം കണ്ടു, ബഹിരാശത്ത് പോവാന്ന് എന്നും പറഞ്ഞ് ബാത്റൂമിനകത്ത് കയറി കഥ അടച്ചു. ആ മട്ടം ഞാൻ ചെന്ന് വിളിച്ചിട്ട് തുറക്കുന്നില്ല, പറയുവാ ക്ലോസറ്റിൽ കയറി ഇരുന്ന് പേടത്തെ പോവാന്ന്. എന്റെ ദൈവമേ, ഇപ്പൊ ഇയാളിത് എങ്ങോട്ട് പോയതാന്നോ എന്തോ. സ്വപ്നമൊരു ചാക്ക് തലയിലത് താങ്ങിയൊരു പോക്ക് ഉടയവനലിഞ്ഞ് വിളി കേട്ട് ഇവന് വഴി കാട്ട്. സ്വപ്നമൊരു ചാക്ക് തലയിലത്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് എനിക്ക് തന്നതിൽ, ഈ പൊന്നാടയായിട്ട് സ്വീകരിച്ചതിലും, എൻ്റെ സിനിമ അംഗീകരിച്ചതിലും, ഈ നാഷണൽ അവാർഡ് ഞാൻ സ്വീകരിച്ചതിലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ നാഷണൽ അവാർഡ് എനിക്ക് എന്നും എന്നോടൊപ്പം എൻ്റെ എഴുത്തിലും എൻ്റെ സംവിധാനത്തിന് എന്നോട് കൂട്ടായി നിന്ന എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. അവളെ വേദിയിലോട്ടൊന്ന് കയറ്റി വിടണേ പ്ലീസ്. ചേട്ടാ, ഞാൻ വന്നു. ഇത് സ്വീകരിച്ച പൊന്നാടയാന്ന് പറഞ്ഞ് ഉടുത്തിരുന്ന മുണ്ടും എടുത്തു ഉടുത്തേച്ച് കണ്ടവർ പറമ്പി കടന്ന കപ്പയും പിഴുതോട്ട് വന്നേക്കോ. അടുക്കള കൊണ്ട് വെക്ക്, നമുക്ക് ഇന്ന് ഇത് പുഴുങ്ങി തിന്നാം. അവാർഡാണ് പോലും അവാർഡ്. നിങ്ങളോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ഈ സ്വപ്നം കാണുന്നത് നിർത്തിക്കോണം. കാശ് കൊടുത്തോ സ്വപ്നം കാണുന്നത്? നിർത്തണം പറയാം. ഞാൻ കിടന്നുറങ്ങുമ്പോൾ അറിയാതെ സ്വപ്നം കണ്ടു പോകുന്നടിയാണ്. മാത്രം സ്വപ്നം കാണും. നിങ്ങൾ എന്തോ സ്വപ്ന സുരേഷിന്റെ ബന്ധുക്കാരമല്ല വന്നോ? ആണോ? ഓ എന്റെ ദൈവമേ, ഇങ്ങനെ അസുഖമൊന്നുമല്ല, ഇയാളിത് മനഃപൂർവ്വം ചെയ്യുന്നതാ. കഴിഞ്ഞിടയ്ക്ക് സ്വപ്നം കണ്ട് നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ലേതയുടെ കട്ടിലിന്റെ അടി കയറി. അന്ന് എന്തോ സ്വപ്നമായിരുന്നു കണ്ടത്? KSRTC മെക്കാനിക്കായിട്ട് ജോലി കിട്ടുന്നത്, വണ്ടി കയറി കിടന്ന് പണിയുന്ന സ്വപ്നം കണ്ടത്. അവിടെ ഭർത്താവ് രവി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പണി തീർത്തന്നെ. ഞാൻ പറഞ്ഞേക്കാം, ഇനി കിടന്ന് ഉറക്കം വരത്തില്ല. എന്നെ അടുക്കള വന്നൊന്ന് സഹായിക്കുന്നേ. എന്നെ കൊണ്ട് പറ്റത്തില്ല. നേരം വിളിക്കുന്നതിന് മുമ്പ് ഈ അടുക്കള കിടന്നു സഹായിക്കാനൊക്കെ ഉണ്ട്. എന്നാ തേങ്ങ ഒന്ന് തിരുമിത്താ. തേങ്ങ മുട്ടിന് വേദനയാണ് തേങ്ങ തിരുമ്പി തരാൻ. തേങ്ങ പൊട്ടിച്ചൊന്ന് തിരികെ തരാൻ. എനിക്ക് 10 മിനിറ്റ് കിടന്നൊന്ന് ഉറങ്ങണമെന്ന് ഒന്നുകൂടെ ഒന്ന്. എവിടെ കിടന്നുറങ്ങാൻ പോവാ നിങ്ങള്? ഞാൻ ബെഡ്റൂമിലോട്ട് പോവാ ഉറങ്ങാനൊക്കെ ഉണ്ട്. ആണോ? ബെഡ്റൂമിൽ കിടന്ന വായും തലയണയും പുതപ്പും ബെഡ്ഷീറ്റും എല്ലാം ഞാൻ കഴുകാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾ എന്താ സ്വപ്നമോ കണ്ടത്? അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ പോകുന്നത്. ആ വെള്ളച്ചാട്ടം റീക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞാൻ അത് കഴുകാൻ കൊണ്ടിട്ടത്. ഞാൻ പറഞ്ഞേക്കാം. വെളുപ്പം കാലത്ത് നീ അടുക്കള കിടന്ന് എന്തോ ഉണ്ടാക്കാൻ വെളുപ്പം ആര് വരുന്നു ഇവിടെ ഉണ്ടാക്കി വെക്കാം. അപ്പൊ കിടക്കാൻ നേരം പറഞ്ഞ കാര്യമൊക്കെ മറന്നുപോയോ? മനുഷ്യ, എന്റെ കൂട്ടുകാരൻ ബെന്നി, അവനങ്ങ് ഇടുക്കിയിലെ പോലീസ് അല്ലായിരുന്നു, അവൻ സ്ഥലം മാറി വരുന്നുണ്ട്. അവനെ സൽക്കാരത്തിന് നമ്മൾ വിളിച്ചിട്ടില്ലയോ? മറന്നുപോയത് എല്ലാം നിങ്ങൾ മറക്കും. എന്തെങ്കിലും വെച്ചൊരുക്കി കൊടുക്കണ്ടായോ? കൊടുക്കണ്ടേ? ഞാൻ അവന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? 10ാം ക്ലാസ്സിൽ SSLC പരീക്ഷ ഞാൻ എഴുതിയിട്ട് വീട്ടിൽ പോകുന്നവരുണ്ടല്ലോ, അവൻ എന്റെ പുറകിന് വന്ന് പറഞ്ഞു എന്നെ ഇഷ്ടമാണ്. മുഖത്ത് നോക്കി പറയണമായിരുന്നു ഒരു മിടുക്കൻ എന്നെ കെട്ടാനിരിപ്പുണ്ടായിരുന്നു. അവൻ എന്നോട് പറയുമായിരുന്നു ചേട്ടാ, അവന് ഭയങ്കര ഇഷ്ടം ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ നമ്മൾ ചിക്കൻ കറി വരട്ടി എടുക്കത്തില്ലയോ, അത് പിന്നെ മുരിങ്ങയ്ക്ക തീയല്, മാങ്ങ പുളിശ്ശേരി, അതെല്ലാം വെച്ച് ഉണ്ടാക്കണത്. എന്നോടൊന്ന് സഹായിക്കാൻ പറ്റത്തില്ല. എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങണമെന്ന്. 19 മണി കിടന്ന് ഉറങ്ങരുത്. ഇല്ല, സഹായിക്കാൻ വരുന്നെങ്കിൽ വാ. എനിക്ക് ഞാൻ കിടന്നുറങ്ങട്ടെ പ്ലേസ്. നീ പൊടിയാണ് തേങ്ങ അവിടെ കൂട്ടുകാരനെ 8ാം ക്ലാസ്സിൽ വെച്ച് പറയാ ഇവിടെ ഇഷ്ടമാന്ന് വരുന്ന കാണാം. അന്ന് കിടന്നുറങ്ങട്ടെ പൊന്നെ ദൈവമേ. ജടങ്ങൾ തുഞ്ഞുറങ്ങും
ആകാശദീപമെന്ന ഉണരും രേണു നൂ 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 ബെന്നി, നീ. ഇത്ര വൈകിയത്. എത്ര വൈകിയാലും ലും 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 ഞാനും ചെത്തിയില്ലേ ഡി 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 ആദ്യമായിട്ടാ എക്കോയിലൊരു സ്വപ്നം കാണുന്നത്. എക്കോ അങ്ങ് കട്ട് ചെയ്തേക്കാം. രേണു നിനക്കറിയാമോ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ലടി. ഒരു പാവ പോലും ഇല്ലാത്തവനെയാണ് ഇവള് സ്നേഹിച്ചത്. അതെന്ത് പറ്റിയടാ? ഇത്രയും നാളും ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ നിനക്ക്? കുടലും പണ്ടമൊക്കെ ഇടാൻ മുട്ടിഞ്ഞവൻ അല്ല എന്താ ഉള്ളിൽ കൊണ്ട് നടക്കുന്നത്. എന്താ നീ മാത്രമായിരുന്നു എന്റെ ഉള്ളില്. ബെന്നി, രേണു നീ അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ല? ഇത്രയും നാളും ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല മോളെ. എളുപ്പമായടാ. എന്നോട് ക്ഷമിക്കണം ബെന്നി, പക്ഷെ ഞാൻ കഴിച്ചുടാ. അത് സത്യമാ. അല്ലെങ്കിൽ ഞാൻ സർട്ടിഫിക്കറ്റ് കാണിച്ചവനെ ചാടി. എന്തൊരവസ്ഥയാണ് ദൈവമേ ഇത്. ബെന്നി, പക്ഷെ നിന്റെ ഇഷ്ടങ്ങളൊന്നും ഞാൻ മറന്നിട്ടില്ലടാ. നിനക്ക് ഞാൻ ആദ്യം ചിക്കൻ പെരട്ട് തരും. എവിടെ പെരട്ടി തരും? അവന്റെ കണ്ണ് കീറിയിട്ട് റെറ്റിനെ തേച്ച് കൊടുക്കണേ. എന്ത് തമാശയാടാ നിന്റെ. അയ്യോ, ഞാൻ എന്തുമാത്രം കൗണ്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവള് ചിരിച്ചില്ല. ഞാൻ ചമ്മി പോയിട്ടേ ഉള്ളൂ. ഇപ്പൊ കണ്ടാക്കി രേണു, ഞാൻ എന്റെ പഴയ തമാശയുടെ കെട്ടഴിക്കട്ടെ. വന്ന് കേറിയില്ല, കെട്ടരിക്കാൻ തുടങ്ങിയേ. പോലീസ് കൊള്ള ഞാൻ. എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു നിന്നെ ഈ ഒരു രീതിയിൽ കാണണമെന്ന്. ആണോ? നീ ആ തുപ്പി ഒന്ന് വെച്ചിടാ, ഞാൻ കാണട്ടെ. ഇവിടെ കാണാൻ തുപ്പി വെക്കാൻ കൊല്ലും അവനെ ഞാൻ. തുപ്പി ഒന്ന് വെച്ച് ഞാൻ കാണട്ടെ. ഞാൻ വെക്കണോ? ഓക്കെ, ഞാൻ വെക്കാം. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി ഞാൻ സല്യൂട്ട് എടുത്തരട്ടെ? ഞാൻ തരും നിനക്ക് സല്യൂട്ട്. നീതാ സല്യൂട്ട്. അടിപൊളി. എനിക്ക് ചവിട്ടും അവന് സല്യൂട്ടും. കൊള്ളാം. ഇനി എന്റെ മോള് ഈ തൊപ്പി എന്ന് വെച്ചേ. വേണ്ട വെക്ക്. വേണ്ട, എന്റെ തൊപ്പി നിനക്കുള്ളതാ, വെക്ക്. തുപ്പിയാ വലിച്ച് കീറുകൂടാ അതിന്റെ തോന്നുന്നു. ഇനി ഞാൻ സല്യൂട്ട്. അയ്യോ ഇവന് ഉണക്കമീൻ കച്ചവടമായിരുന്നു. പോലീസ് അന്ന് മറ്റേ കള്ളവാ. മോളെ ബെന്നി, ഇത്രയും നേരമായിട്ട് ഞാൻ നിനക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നും തന്നില്ല. എന്തിനും ആയിക്കോട്ടെ. തണുത്തൊരു ജ്യൂസ് എടുത്താലോ? തണുത്തത് വേണ്ട. പിന്നെ? ഞാൻ ഈ തിളപ്പിച്ചറിയ വെള്ളം കുടിക്കത്തുള്ളൂ മോളെ. ആണോ? അതാകുമ്പോ അണുവിമുക്തമാണല്ലോ. ഓ, അവന്റെ അണുമുക്ത കഴുകാത്ത സോക്സ് ഇട്ടുകൊണ്ട് വന്നിട്ട് അപ്പൊ വെള്ളം എടുത്തിട്ട് വാ. പെട്ടെന്ന് വരാവേ. 15 കൊല്ലത്തിന് മുമ്പ് മനസ്സിൽ ഒളിപ്പിച്ച ആ സ്നേഹം ഇപ്പൊ ഞാൻ ഇവളോട് പറയും. ഇവള് വന്നാൽ ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. വരട്ടെ. ബെന്നി, ആ രേണു, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ ചോദിക്കാൻ പാടുണ്ടോ, പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. വൾഗർ എന്നെ പറയല്ലേ, ഇവിടെ ഏക്കത്തില്ല. എന്താടാ? എന്റെ കൂടെ വരുന്നോ നീ? എന്താ ചോദിച്ചത്? ഏക്ക അവളതിന് മറുപടി കൊടുക്കൂ. ഇപ്പൊ എന്താണ് നീ ചോദിച്ചേ? എന്റെ കൂടെ വരുന്നോന്ന്. ഉറപ്പായിട്ടും. വളരെ കാര്യം ചെയ്യും. പോയി സാധനം എല്ലാം പാക്ക് ചെയ്തെടുത്തോണ്ട് വാ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റിനകത്ത് ഞാൻ വരാം. ഓക്കെ. 10 മിനിറ്റ് എങ്ങോട്ടേലും പോകാൻ വിളിക്കുമ്പോ 2 മണിക്കൂറൊക്കെ ഒരുക്കാൻ. ഇപ്പൊ 10 മിനിറ്റ് കൊണ്ട് ചെല്ലാം. പക്ഷെ എന്റെ ഭർത്താവ് അറിഞ്ഞാൽ? ഭർത്താവ് അറിയാതിരിക്കാനുള്ള കാര്യം ഞാൻ ചെയ്ത പോരെ. മോള് പോയി ബാഗ് എടുത്തിട്ട് വാ. ഇത്രയും നാളും മനസ്സിൽ കൊണ്ടു നടന്ന എന്റെ ഇഷ്ടം ഏതോ ഒരുത്തിന് വേണ്ടി കളഞ്ഞിട്ട് പോകാനോ പറ്റത്തില്ല. ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉള്ളപ്പോ നീ എന്തിനാ ബെന്നി പേടിക്കുന്നത്? എന്റെ പെണ്ണിനെ തട്ടിയെടുത്തവൻ, എന്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവൻ, അവനെ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നുണ്ടോ? എന്നെ വെടി വെച്ചേ. ആര് വെടി വെച്ചു? ഒരു പോലീസുകാരൻ വന്നല്ലേ വെടി വെച്ചേ. പോലീസല്ലേ? എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? അയ്യോ, എന്താ വെച്ചാ നിങ്ങൾ പിന്നെ സ്വപ്നം കണ്ടോ? ഈ വെളുപ്പാൻ കാണുന്ന സ്വപ്നം ഫലിക്കുമോ? ആ, ഫലിക്കും. പക്ഷെ അതോടെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഫലിക്കത്തില്ല. ഞാനത് നിന്നോട് പറയട്ടെ? വേണ്ട, അത് ഫലിക്കട്ടെ. അത് ഫലിക്കണം. അത് എനിക്ക് പൊറുത്തിമുട്ടി നിങ്ങളുടെ കൂടി ഇങ്ങനെ സ്വപ്നം കണ്ട് എനിക്ക് വയ്യ. എനിക്ക് ചെവുത്തകേട് വന്നു നിങ്ങളുടെ കൂടി. ഞാൻ ആ സ്വപ്നം നിന്നോട് പറയട്ടെ? പറയണ്ട, അത് ഫലിക്കട്ടെ. സമയം കണ്ടോ? 9:30 മണിയായി. ബെന്നി വരെ സമയമായി. എന്തെങ്കിലും ആക്കി വെക്കണ്ടായോ? ചിക്കൻ പരട്ട്. ഞാൻ ചാവുവേ, അത് ഫലിക്കുവേ. ആ വീടം തോന്നുന്നു. ഇതാണ് അടയാളം പറഞ്ഞ ഇതാണ്. ചേട്ടാ, പിടിച്ചോണ്ട് വന്നല്ല, വിഷമിക്കണ്ട. എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ രേണുവിന്റെ കൂട്ടുകാരനാ. SI ബെന്നി. എന്താ? SI ബെന്നി. അതേ തൊപ്പി
അതേ യൂണിഫോം അതേ ഷൂ. ആ SI മാർക്കെല്ലാം ഒരേപോലത്തെ യൂണിഫോമും തൊപ്പിയൊക്കെയാണ്. ചേട്ടൻ ആരാ മനസ്സിലല്ല? ഞാനവിടെ മരിച്ചുപോയ ഭർത്താവാ. അരിച്ചോയ ഭർത്താവ് അല്ല, മരിക്കാനിരിക്കുന്ന ഭർത്താവാ. ഇരിക്കുന്ന ഭർത്താവ്. നമ്മളൊക്കെ മരിക്കുമല്ലോ എപ്പോഴാന്നേലും. നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. കോമഡിക്കാരൻ 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 കോമഡിക്കാരൻ. കോമഡി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടി കമന്റ് പറഞ്ഞാൽ പോരാ. അല്ല ഞാൻ അടിക്കുന്ന എന്തിനാ? കമന്റ് പറഞ്ഞാൽ നിനക്ക് ഇതിനെക്കാട്ടി നോവും. അതുകൊണ്ട് ഐഡിയിൽ അങ്ങ് തീർത്തത്. രേണുവിനെ ഒന്ന് വിളിക്കാവോ? രേണു, രേണു, എവിടാടി രേണു? നെടുമുടി വേണു. അല്ലല്ലേ, എവിടാടി രേണു? എന്തോ ഇത് കൂട്ടുകാരൻ. പിന്നെ രേണു അതേ ചുരിദാർ, അതേ എക്സ്പ്രഷൻ. നീ എന്താണ് ഇത്രയും വരാൻ വൈകിയത്? എടി ഞാൻ വൈകിയാലും ഞാൻ വന്നില്ലേടി ഇപ്പോഴെങ്കിലും. കറക്റ്റ് ഡയലോഗ് സ്വപ്നം കണ്ട നീ അതേ ഇത്ര നാള് എവിടെ ആയിരുന്നടാ? എടി സത്യം പറഞ്ഞാലേ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉറങ്ങിയിട്ടില്ല ശരിക്കും. എന്താ പറയാ സാധനം എന്നോടാണ് ചിരിച്ചോ? പാവോലും ഇല്ലാത്തവൻ. അതെന്താ പറ്റി? എടി ഈ കുടുംബത്തിന്റെ ഭാരമല്ല എന്റെ കയ്യിലല്ലായിരുന്നോ? അതുകൊണ്ട് എന്തെങ്കിലും ഒരു ജോലി എടുക്കണമല്ലോ. സത്യം പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ ഉള്ളിൽ കൊണ്ടു നടന്നത് എന്താണെന്ന് അറിയാമോ നിനക്ക്? മറ്റേ സാധനം ഞാൻ പറഞ്ഞേ. എന്തുവാ? ഈ യൂണിഫോം, ഈ ജോലി, ഇതാണ് ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നത്. Congrats. ഇതാണ് എന്റെ ഹസ്ബൻഡ്. ഞങ്ങള് പരിചയപ്പെട്ടായിരുന്നു. ബെന്നി നമ്മുടെ സ്ഥലത്ത് ഒന്ന് ചാർജ് എടുത്തേക്കുവാ. ബെന്നിയെ ഒന്ന് കണ്ണടച്ചേക്കണം കേട്ടോ ഞങ്ങളുടെ അടുത്തൊക്കെ. ഓ, എന്താ പേടിക്കാനാ? ഈ സ്റ്റേഷനിൽ ബെന്നി SI ആയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കൊരു കേസ് വന്നാൽ ബെന്നി ഊരിത്തരും. ബെന്നിന് ഊരി തന്നു കഴിഞ്ഞാൽ കേസ് മാറുമോ? ബെന്നിന് ഊരിത്തരാമെന്നാ പറഞ്ഞത്. ഈ ബെന്നി ആ കേസിൽ നിങ്ങൾ അങ്ങ് ഊരിത്തരുമെന്നാ പറഞ്ഞത്. ഞാന് ഇടുക്കി SI ആയിരുന്നു നേരത്തെ. ഞങ്ങളല്ലേ പറഞ്ഞേ എന്തുവാ? ഇടുക്കൻ SI ആണ്. ഇടുക്കി SI എന്നാ പറഞ്ഞത്. ഞാൻ ഇടുക്കി SI ആയിരുന്നു. ഇവിടെ സ്ഥലം മാറ്റം കിട്ടി വന്നതാണ്. സത്യം പറഞ്ഞാൽ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെ ഞാനാണ് നിരപ്പാക്കിയത്. റോഡ് പണിയായിരുന്നു. റോഡ് പണിയല്ലെന്ന്. ഈ എല്ലാ സ്റ്റേഷനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ ഉള്ള ഗൂണ്ടകളെ, ഈ റൗഡികളെ എല്ലാം ഇടിച്ച് നിരപ്പാക്കി ആമയൊക്കെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കും. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർക്കൊന്നും എന്നെ ഇഷ്ടമല്ല. എല്ലാ സ്റ്റേഷനിലും, കേരളത്തിലെ എല്ലാ സ്റ്റേഷനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഇനി ഒറ്റ സ്റ്റേഷനിലൂടെ ഉള്ളു ജോലി ചെയ്യാനുള്ളത്. അതെവിടാടാ? അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ചെക്കൻ വരട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓ, ഇത്ര വർഷമായിട്ട് എന്റെ ഇഷ്ടമൊന്നും നീ മറന്നില്ലല്ലേടി? ഇല്ല. നിനക്ക് എന്തുവാടാ വേണ്ടുന്നത്? കുടിക്കാനായിട്ട് എന്താ വേണം? വേണ്ട, 10 മിനിറ്റ് കഴിഞ്ഞു മതി. എന്തുവാ? ചൂടുവെള്ളം. ചൂടുള്ളൂ. ആ ചൂടുവെള്ളം ചോദിച്ചായിരുന്നു. അത് എന്തിന്? അല്ല, ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞു. എന്റെ പൊന്നേട്ടാ ഒന്നും വേണ്ട, ഞാൻ വന്നല്ലോ. ഒരു 10 മിനിറ്റ് കഴിയട്ടെ. 10 മിനിറ്റ് കഴിയട്ടെന്ന്. 10 മിനിറ്റ് കൂടെ എനിക്ക് ആയസുണ്ട്. കഴിഞ്ഞു. സംഭവം എന്തുവാ പറയുന്നു നിങ്ങള്? ഒരു കാര്യം ചെയ്യും. ഓ, നിങ്ങനെ ചുമ്മാ പറയാൻ തുടങ്ങി. കിടക്കപ്പായി അങ്ങോട്ട് എണീറ്റുള്ളൂ. അടുക്കള പാല് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ആ പാല് തിളച്ചൊന്ന് പോയി നോക്കിക്കേ. കുളിച്ച് റെഡിയായി വാ. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്നില്ലേ? പോ. പോയി നോക്കാം. ആ വഴി എങ്ങനെ രക്ഷപ്പെടാം? ഇനി പിന്നെ പറയടി വിശേഷങ്ങൾ പറ. നിന്നെന്തുവാടാ എങ്ങനെ പോകുന്നു? അതിന് കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അയ്യോ, ഇതെന്തുവാടാ? ഇത് തോക്ക്. ഇത് പൊട്ടുവോ? പിന്നെ അത് ഞാൻ വെട്ടങ്ങാനം കൊണ്ടു നടക്കുവാണോ? ടോർച്ചാണോ അത്? തോക്ക് അത് പൊട്ടുവന്നത് ആണോ? സത്യം പറയാൻ ഈ പോലീസുകാരുടെ കയ്യിലൊക്കെ ഈ തോക്ക് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഇതുവരെ ഒന്ന് തൊടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. എന്റെ തോക്കെന്ന് പറഞ്ഞാൽ നിന്റെ തോക്ക് പോലല്ലേ? ആണോ? നീ ഇത് വെച്ച് വെടിവെക്കാവടാ? വെടിവെക്കാൻ പറ്റും. ഇപ്പം പറ്റത്തില്ല വെടിവെക്കാൻ. നീ അപ്പൊ ആരും വെടിവെച്ചിട്ടില്ലയോ? പോലീസുകാർ ഉണ്ടെങ്കിൽ കണക്കുണ്ടെന്ന്. ആണോ? പിന്നെ എന്നാലും നീ എത്ര ദേഷ്യം വന്നാലും ഇങ്ങനെ തോക്കൊന്നും ഉപയോഗിക്കത്തില്ല. ആര് പറഞ്ഞു? എടി, എന്റെ മുമ്പിൽ തടസ്സമായിട്ട് നിൽക്കുന്ന ആര് വന്നാലും അവനെ ഞാൻ വെടിവെച്ച് കൊല്ലും. ഞാൻ നിങ്ങള് വെളുപ്പിനെ കണ്ട സ്വപ്നം എന്താണെന്നറിയാമോ? എന്തുവാ? ഇവൻ വന്നെ വെടിവെച്ച് കൊന്നിട്ട് നിന്നെ കൊണ്ടുപോകുന്നതാ സ്വപ്നം കണ്ടത്. അയ്യോ, എന്റെ പൊന്നിയേട്ടാ, ഇത് എന്റെ കൂടെ പഠിച്ച എന്റെ പെങ്ങളല്ല. ഞാനത് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ട് കാര്യമില്ല. നീ ഇയാളുടെ സ്വഭാവം ഇങ്ങനെ. ഇയാള് ഏതെങ്കിലും സ്വപ്നം കാണും, അത് നടക്കുമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ ഭ്രാന്തി കയറ്റും. ഇപ്പൊ അതുപോലെ എന്താ കണ്ട സ്വപ്നം കണ്ട? നീ ഇവിടെ വരുമെന്ന്, ഞാൻ നിന്റെ കൂടെ ഇറങ്ങി വരുമെന്നുള്ള സ്വപ്നം കണ്ട കണ്ടത്. എന്റെ പൊന്ന് ചേട്ടാ, ഈ സ്വപ്നം കാണുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണണം. നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം, ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞത് കേട്ടിട്ടില്ലേ? The dream is not that which you see while sleeping. It is something does not let you sleep. ഇതിപ്പോ തന്നെ വെടിവെച്ച് കൊല്ലുന്നായിരുന്നു നല്ലത്. എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലല്ലോ. ഇങ്ങനെ ചപ്പനെ കണ്ട് നടന്നു. നല്ല കിടിലൻ സ്കിറ്റായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എന്തായാലും നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. Let me start from പ്രസാദേട്ടൻ. വളരെ മനോഹരമായിരുന്നു കേട്ടോ. ശരിക്കും ഒരുപാട് ചിരിച്ചു. നമ്മുടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ഹസ്ബൻഡും വൈഫും സന്തോഷകരമായി ജീവിച്ചാൽ നമ്മൾ ആരും അങ്ങോട്ട് നോക്കൂല.
അവിടെ എന്തെങ്കിലും ഒരു വഴക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ഒരു അവിഹിതമുണ്ടെങ്കിൽ നമുക്കൊക്കെ ശ്രദ്ധിക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ആ വളരെ ഭംഗിയായിട്ട് രണ്ടും കൂടെ ഒരെണ്ണത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബുദ്ധി. അതോടൊപ്പം തന്നെ മനോജിൻ്റെ ആ സ്വപ്നം കാണുമ്പോഴുള്ള കൗണ്ടേഴ്സ് ഗംഭീരം, സൂപ്പർ. അത് ഗംഭീരമാണ്. അത് ഈ സ്വപ്നലോകത്തെ ബാലഭാസ്കർ അല്ലേ ജയറാമിന്റെ സിനിമ, പക്ഷെ അത് ഇതേപോലെ കാണുന്ന സ്വപ്നം ഇതാണെന്ന് പറയുന്നില്ല. അത് വേറെ ടൈപ്പാണ്. ഞാൻ തുടക്കത്തിൽ ഞാൻ വിചാരിച്ചു അതായിരിക്കും കയ്യിൽ പിടിച്ചിരിക്കണമെന്ന് ഓർന്നു, പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. സൂപ്പറായിട്ടുണ്ട്, ഗംഭീരമായിട്ടുണ്ട് കേട്ടോ. എല്ലാവരുടെ പെർഫോമൻസിനെ കുറിച്ച് ഇവരൊക്കെ പറയും ഓരോരോ ഐറ്റംസ്. ഓക്കെ, അപ്പൊ ഇനി മൂവിങ് ഫോർവേഡ് ടു ഷാവു ചേട്ടാ. അതെ, സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സ്കിറ്റാണെന്ന് പറയാം നിങ്ങളുടെ സ്വപ്നം. അതായത് വളരെ മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നത്. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയത് സ്വപ്നത്തിലെ കാമുകനും കാമുകയും കൂടെ വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ഭയങ്കര ആ പാട്ടിലൂടെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് ആ പെട്ടെന്നുള്ള ടെസ്റ്റ് ചേഞ്ചും എല്ലാം നമ്മൾ ഈ സ്കിറ്റിൽ അതിനുവേണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് ഒന്നുമില്ല. എല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് സുമി ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റാട്ടോ സുമി. എനിക്ക് 3 പേരെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സുമിയുടെ ഒരു ഭയങ്കര സ്പീഡ് എപ്പോഴും ഞാൻ നോട്ട് ചെയ്യുന്നതാണ്, എപ്പോഴും എല്ലാ സ്കിറ്റിലായിക്കോട്ടെ. അപ്പോൾ ആ സ്പീഡിൽ വന്ന് ടെസ്റ്റ് ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്ന് വരികയും ഈ പാട്ടിലത് സ്വപ്ന ലോകത്തേക്ക് നിങ്ങൾ പോവുകയും ആ സ്വപ്നത്തിനകത്ത് ഫസ്റ്റ് എക്കോ വരികയും എക്കോ ബാലൻസ് ചെയ്യുന്ന ഒരു രക്ഷയിലായിരുന്നു. അതിഗംഭീരമായിട്ട് പറഞ്ഞു. ഓരോ കൗണ്ടുകളും എനിക്ക് എടുത്തു പറയാൻ ഒരു പക്ഷേ ഞാൻ മറന്നു പോയിട്ടുണ്ട്. കാരണം ഞാൻ ആസ്വദിക്കുന്ന കൂട്ടത്തിലായിരിക്കും ഞങ്ങൾ 3 പേരും. എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കും. അതിഗംഭീരമായ സ്കിറ്റാണ്, ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ പ്രസന്റ് ചെയ്തത്. സൂപ്പർ, ശരിയാണ്. ഒരു സിനിമ കാണുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. സുമി ചേച്ചിയുടെ ഡ്രസ് ചേഞ്ച് ഒക്കെ ആയാലും. എന്തായാലും ഓവർ ടു നസീറിക്ക പ്ലീസ്. അല്ല, ഇവര് ഇതിന് മുമ്പ് ഇവിടെ ചെയ്തിട്ടുള്ളതൊക്കെ നമുക്ക് സിനിമ കാണുന്ന ഫീലിംഗ് ആണ്. കാരണം നല്ല ലൈവാണ് ഇവരുടെ പെർഫോമൻസ്. നല്ല ഗംഭീര സ്കിറ്റായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ചില സാധനങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചിലത് സ്പീഡ് കൂട്ടി പറയുമ്പം ചിലത് നമുക്ക് കിട്ടാതെ വരും. ഒന്ന് ശ്രദ്ധിക്കേണ്ടത് മനോജുമാണ്. മനോജിൻ്റെ ആ താത്തുള്ള സാധനങ്ങൾ ചിലത് കിട്ടാതെ വരും. ഒന്ന് സുമിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇച്ചിരി ഒന്ന് പൊടിക്കുക, സ്പീഡ് കുറച്ചാൽ നന്നായിട്ടിരിക്കും. ബാക്കിയൊന്നും പറയാനില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല വൃത്തിയുള്ളൊരു എസ്ഐ കേട്ടോ, സത്യം. സ്റ്റൈലായിട്ട് ആ സോങ് അഭിനയിച്ചതും ഭയങ്കര മനോഹരമായിട്ടുണ്ട്. നമുക്ക് അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി ആ ലോകത്തേക്കായിപ്പോയി. അപ്പോൾ എന്തായാലും വളരെ മനോഹരമായി, ഗംഭീരമായി. ഇതിലും മികച്ച ചിരികളുമായിട്ട് നിങ്ങൾ വീണ്ടും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ജഡ്ജസ്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് എന്തായാലും മാർക്സ് അറിയാനുള്ള സമയമാണ്. ബിഫോർ ദാറ്റ് എനിക്ക് ആ തോക്കൊന്ന് കാണിക്കോ? എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോ ഒരു കൗതുകം. ഇതിന് വെയിറ്റ് ഉണ്ട്. ഞാൻ ആ തോക്ക് പൊട്ടുമെന്ന് വിചാരിച്ചു. ആണോ? വെറുതെ ഇങ്ങനെ ആക്കാൻ പറ്റില്ലേ? പിന്നെ ആക്കാം. ഓക്കെ, നമുക്കിനി എന്തായാലും മാർക്കിലേക്ക് പോവാം. ഓക്കെ, സോ സ്റ്റാർട്ടിങ് ഫ്രം പ്രസാദ് ഏട്ടൻ. ഒരു 18,000. 18,000 രൂപ. ഓക്കെ, അടുത്തതായി ഷാജു ചേട്ടാ പറയൂ പ്ലീസ്. സ്വപ്ന സാഫല്യത്തിന് 18,000. 18. അഗൈൻ 18,000. നസീർക്ക? അപ്പോൾ ടോട്ടല് 36 ആയിട്ടുണ്ടല്ലേ? യെസ്. അപ്പോൾ അറിഞ്ഞ് ഞാൻ കൊടുക്കണം. അതെ. കിടക്കുന്നു 65,000. അടിപൊളി. അപ്പം എന്തായാലും ഒരുപാട് ഗോൾഡൻ പഞ്ചും സിൽവർ പഞ്ചും ഒക്കെ കിട്ടിയിട്ടുള്ള ടീമാണ് അല്ലേ? അപ്പം ഈ ഒരു ഫോമിൽ തന്നെ ഇതേ ഒരു പഞ്ചോട് കൂടിയിട്ട് മുമ്പോട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതാ തോക്ക് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച്. ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് അവിടെ പുറത്ത് ചെളിവാരി തേച്ച് കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രിപ്പറേഷൻ കണ്ടിട്ട് എന്തോ കാര്യമായി വരാനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. സമയം കളയണ്ട. അപ്പൊ നമുക്ക് ഇങ്ങോട്ടേക്ക് എന്തായാലും വിളിക്കാം നമ്മുടെ പ്രിയപ്പെട്ട കോവളം പ്രസാദ് ഏട്ടൻ, മനു ചേട്ടൻ ആൻഡ് ശ്രീജ ചേട്ടൻ. കൗസല്യ സുപ്രജാ രാമപൂർവ സന്ധ്യാ പ്രവർത്തത്തെ ഉത്തിഷ്ഠ നരശാർദൂല കർത്തവ്യം ദൈവമാന്തികം. ഇതൊക്കെ ആരെങ്കിലും കണ്ട എന്തോന്ന് വിചാരിക്കും? ഓണത്തിന് സദ്യം വിളമ്പി വെച്ച് ആരെങ്കിലും കാത്തിരിക്കണമെന്ന് വിചാരിക്കും. നിങ്ങൾക്കറിയാവോ, എനിക്കൊരു മോനുണ്ട്, അഴുക്ക ചെറുക്കനാ, തന്തേക്കാളും മോശം. ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോയതാ, ഇതുവരെ അവനെ കാണാനില്ല. അവനെ അന്വേഷിച്ച് അവന്റെ അച്ഛനെ ഞാൻ പറഞ്ഞു വിട്ടെ, അഴുക്ക തന്തയാ, മോനെക്കാളും മോശം. രണ്ടിനെ ഇവിടെ കാണാനില്ല. മനസ്സിലായില്ലേ? ഇതൊക്കെ എവിടെ പോയിക്കണം ഒരു പിടുത്തമില്ലല്ലോ ഈശ്വര. അമ്മ എന്റെ വീട്ടിൽ കുറുവാസംഘം ആന എനിക്ക് എന്താ അറിയാം, നല്ല വലിയ ചെവിയും നീളമുള്ള മൂക്കൊക്കെ കാണും. അതാണ് ആന. ഒന്നാമത് ഞാൻ ചെളി കുളിച്ചാണ് വന്നിരിക്കണം.
ഇനി അമ്മച്ചായിട്ട് വാരി അടിക്കരുത് ഉള്ള കാര്യം ഞാൻ പറയാം. എന്താണ് ചേർക്ക നീ ഇന്നലെ കട്ടപ്പണിക്ക് പോയിരുന്ന? പട്ടപ്പണിക്ക് അമ്മ ആവശ്യമില്ലാത്ത പറയരുത്. ഇതെന്തോന്ന് കോലോടാ നീ? അമ്മ നമ്മളെ റാപ്പറ പരിപാടി ഉണ്ടായിരുന്നു തമ്പാനൂര്, അത് കാണാൻ പോയത്. ഏത് പേപ്പറാ പരിപാടി? പേപ്പറാ പിന്നെ പയ്യന്മാര് കേട്ടാ എടുത്ത് ഉടുക്കങ്ങളവി നിങ്ങളാ. എന്തോന്ന് റാപ്പറ് നമ്മളെ ചെറുക്കന്റെ കടലമ്മ കരഞ്ഞല്ലേ പെറ്റത്, കണ്ണീരെല്ലാം അവനല്ലേ കട്ടത്. ദൈവമേ, രാവിലെ വീട്ടിൽ കയറി വന്ന് എന്റെ മോന്താ പിച്ചുമ്പേയും പറയണേ തലക്കകത്ത് കുറച്ച് ചെളി ഉണ്ടായിരുന്നു, അതാ മൂക്കിക്കൂടെയും ചെവിക്കൂടെയും പുറത്തിയാടി കിടക്കണേ. എന്റെ പൊന്നീശ്വരാ, ഇതെന്തോന്ന് കോലാണ് ഇത്? ഇനി ഞാൻ എങ്ങനെ ക്ലീൻ ചെയ്യും നീ പറ? വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ. അതിന് ഈ വീട്ടിൽ വാഷിംഗ് മെഷീൻ ഇല്ലല്ലോ. ദിവാകരൻ അതേത് കമ്പനി? കമ്പനിയല്ല, നിങ്ങളെ ഭർത്താവ് എന്റെ അച്ഛൻ. ആ വാഷിംഗ് മെഷീന് നീ ഇവിടെ ഇല്ലാത്തോണ്ടേ ആ വാഷിംഗ് മെഷീൻ ഞാൻ വാഷിംഗ് മെഷീനായിട്ട് നിന്റെ അന്വേഷിക്കാൻ പറഞ്ഞു വിട്ട്. എവിടെ പോയടാ നിന്റെ അച്ഛൻ? അപ്പൊ അച്ഛൻ എവിടെ? എനിക്കറിയത്തില്ല. ഇനി അച്ഛനെ കണ്ടുപിടിക്കാൻ ഞാൻ അവിടെ പോകും. ഒന്ന് മാറാവോ? എന്തിന്? വല്ലാത്ത തലവേദന, ഒന്ന് കിടന്ന് ഉറങ്ങണം. പറ്റി അവിടെ ആരടാ നീ? തങ്കമണി, ഇത് ഞാനാണ്, നിന്റെ ഭർത്താവ്. അയ്യോ മനുഷ്യ, നിങ്ങൾ ഇതെന്ത് കോലം മനുഷ്യ ഇത്? എന്ത് കോലമെന്നല്ലേ എടി, ഇന്നലെ ഞാൻ മര്യാദക്ക് ഇവിടെ ചോറിനാനായിട്ട് ചോറിനകത്തോട്ട് കൈയിട്ടോണ്ടിരിക്കുവായിരുന്ന, അപ്പോഴല്ലേ നീ പറഞ്ഞത് ഈ ചെറുക്കനെ കാണാനില്ല, പോയി കണ്ടുപിടിച്ചോണ്ട് വരാനാണ്. എന്റെ പൊന്നു ദൈവമേ, ഇവൻ അന്വേഷിച്ചു പോയ പോക്കാണ്. ഞാൻ നേരെ ഇവന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അവന്റെ കൂട്ടുകാരൻ പറയുവാണ് അവര് മറ്റേ പാട്ടോ കൂത്തോ കാണാനായിട്ട് പോയതാണ്. ഞാൻ നേരെ ബസ്സിനകത്തോട്ട് ചെന്നെങ്കിൽ കയറിയടി. കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് 2 പെണ്ണുങ്ങൾ വന്നിട്ട് നേരെ അവനെ എഴുതിപ്പിച്ചു കൂടാൻ നോക്കുക. കാരണം ഞാൻ പെണ്ണുങ്ങളുടെ സീറ്റിലാണല്ലോ ഇരുന്നത്. അത് പണ്ടും അങ്ങനെയാണല്ലോ. അവിടെ ഇരുന്നപ്പോഴത്തേക്ക് അവര് പറയുക അവരുടെ സീറ്റാണ്, ഞാൻ അതിനകത്തൊന്ന് മാറിക്കൊടുക്കണോന്ന്. പെണ്ണുങ്ങൾക്ക് മുൻഗണന കൊടുക്കണം മനുഷ്യ, നിങ്ങൾ വെച്ച് മാറിക്കൊടുക്കണമായിരുന്നു. ഞാൻ മാറിയൊന്നും ഇല്ല. പിന്നെ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളിൽ പ്രായത്തിന് മൂത്തത് ആരാണോ അവരാ സീറ്റിനകത്തോട്ട് ഇരിക്കാൻ. എന്നിട്ട് ബസ് സ്റ്റാൻഡ് വരെ ഞാൻ ആ സീറ്റിൽ കിടന്നാ വന്നത്. അവർ രണ്ടും ഇരുന്നതും ഇല്ല. എന്റെ തൊട്ടപ്പുറത്ത് നിന്ന് ചേച്ചി എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. എന്റെ ദൈവമേ, എടി ഇതും കഴിഞ്ഞ് ഇവന്റെ മറ്റേ പരിപാടി നടക്കുന്ന സ്ഥലത്തോട്ട് ഞാൻ ചെന്ന് എന്റെ പൊന്നു ദൈവമേ, പരിപാടിക്ക് പാട്ട് പാടാൻ ആള് വന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിച്ചിലടി. എന്റെ തങ്കമണി, നീ വിളിക്കുന്നൊന്നും അല്ല തെറി. പിന്നെ അവിടുത്തെ കൊച്ചു പിള്ളേര് വിളിച്ചാ തെറി കേൾക്കണം. എവിടുന്ന് കിട്ടുന്ന എന്റെ ദൈവമേ, ഇതിന് മാത്രം കണ്ടന്റ് എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അമ്മാതിരി മുട്ടൻ തെറി. എന്നിട്ട് അതിൽ ചെളിവാറി ഇരുന്നൊരു ചെറുക്കനെ ഞാൻ കണ്ടപ്പോൾ, ഒരു കൊച്ചു പയ്യൻ. ഞാൻ അവനോട് പറഞ്ഞിടാ, നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനും ആളില്ലടാ, ഇങ്ങനെയാടാ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് വാടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊളിച്ചു നിന്നപ്പോഴത്തേക്കും ഒരുള്ള ചെളി ഇങ്ങനെ വാരിട്ട് എന്റെ വായിക്കാത്തോട്ട് ഒറ്റ അടിക്കും. മൂക്കിനകത്തുനിന്നും ചെവിക്കകത്തുനിന്ന് അച്ചപ്പത്തിന് മാവ് കുഴക്കുന്ന പോലെയാണ് എന്റെ ചെവിയിൽ നിന്ന് ചെളി അടിക്കൊണ്ടിരുന്നത്. ഇനി അതും കഴിഞ്ഞ് ചെന്നപ്പോഴത്തേക്ക് ഒരു പെങ്കൊച്ചി, ആ പെങ്കൊച്ചി എന്റെ അടുക്ക് വന്നിട്ട് പറയുവാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കും, മാറി നിൽക്കും മനുഷ്യാന്ന് പറഞ്ഞിട്ട് ഒറ്റ തള്ളു. ചെളിക്കകത്ത് ചെന്ന് വീണടി. അവിടെ നിന്ന് എഴുന്നേറ്റ് കണ്ണു തിരുമ്പി നോക്കിയപ്പോ ദോട്ടെ പോണി എന്റെ നമ്മുടെ മോൻ. മോനെ മോനെ എന്ന് വിളിച്ചിട്ട് ഇവരൊന്ന് തിരിഞ്ഞു പോലും നോക്കിയില്ല. അച്ഛൻ വിളിച്ചിട്ട് നീ എന്താ വിളിയാക്കാത്തത്? അമ്മ വയലിലാണ് പരിപാടി നടക്കണം. ഞാൻ വിചാരിച്ചു വല്ല പോത്ത് കിടന്ന് വിളിക്കണായിരിക്കും. അവനെ കുറ്റം പറയേണ്ട കാര്യമില്ല മനുഷ്യ. ഇവൻ ഇതിന്റെ വല്ലോ കാര്യമുണ്ട്. എനിക്കറിയത്തില്ല, ഉത്തരവാദിത്തമില്ല, അതാണ് കുഴപ്പം. ഇവന് ഉത്തരവാദിത്വം ഇല്ല. ഉത്തരവാദിത്വം ഇല്ല. എനിക്ക് ഉത്തരവാദിത്വം ഇല്ല. അച്ഛൻ എന്ത് വർത്താനം വെച്ചാ പറയുന്നത്? അച്ഛൻ ഈ മാസത്തെ കറണ്ട് ബില്ല് അടച്ചാര്? കറണ്ട് ബില്ല് അടച്ചത് നീയാണ്. പക്ഷെ ഗ്യാസ് എടുത്തു വെച്ചതാരാ? അതച്ഛൻ തന്നെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ വാട്ടർ ബില്ല് അടച്ചാര്? വാട്ടർ ബില്ല് അടച്ചത് നീയാണ്. അപ്പൊ ഈ വീടിന്റെ വാടക കൊടുത്താരാ? ഞാനല്ലേ. ശരി, അച്ഛൻ തന്നെ. അങ്ങനെ ഈ വീട് വൃത്തിയാക്കിയതാര്? അത് നീ. അങ്ങനെ എന്തുണ്ടെങ്കിൽ പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു വെച്ചാരാ? ഞാനല്ലേ. ഇതിനൊക്കെ പൈസ തന്നാര്? അമ്മ. അതുകൊണ്ട് തന്റെ മോൻ അങ്ങ് തറയിൽ നിന്നാ മതി. ഞാനൊന്നും പറയാൻ കേട്ടോ. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ചെറുക്കനെ എപ്പോഴും ഇവിടുന്ന് ഇങ്ങനെ ഇറക്കി വിടുന്നതാണ് പ്രശ്നം. എടി ഇവൻ എപ്പോഴും എന്തിനാണ് ഇങ്ങനെ പുറത്തോട്ട് വിടുന്നത്? എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് ഇവനെന്തോ പറയുന്നത് നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന്. ഞാൻ കൊച്ചൊന്നുമല്ല അച്ഛൻ. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോ എന്തിനാ എന്റെ പുറകെ പറഞ്ഞു വിടുന്നത്? ഞാൻ പോയതുപോലെ തിരിച്ചു വരാൻ എനിക്ക് അറിഞ്ഞൂടെ? ഇങ്ങനെയാടാ ഇന്നലെ ഇറങ്ങി പോയത്? ഇങ്ങനെയാണ് ഇറങ്ങിപ്പോയത്. എന്തോ കോലോട് എങ്ങനെ ക്ലീൻ ചെയ്യണം ഞാൻ. ഇടി ഞാൻ ചോദിച്ചോട്ടെ, ഇവൻ ഈ പാട്ടിന്റെ ഭ്രാന്തി ഇത് എവിടുന്ന് കിട്ടിയത് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ കാരണം, നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം. 8ാം മാസം ഇവനെ ഗർഭിണിയായിട്ട് വയറ്റിലിരിക്കുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ല ചുരുചുറുക്കുള്ള കൊച്ച്, നല്ല ചൊണക്കുട്ടി വേണമെങ്കിൽ നല്ല സംഗീതം കേൾക്കണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പി ഭാസ്കരന്റെ സംഗീതം കേൾക്കണമെന്ന്. ഇങ്ങനെ ഒരു റേഡിയോ കൊണ്ട് എന്റെ വയറ്റത്ത് വെച്ച്, പി ഭാസ്കരനല്ല മിഥുൻ ചക്രവർത്തി ഐ ആം എ ഡിസ്കോ ഡാൻസർ. ഓരോരോ തള്ളമാര് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് കൊടുക്കും. ഓമന തിങ്കൾ കിടാവോ കേൾക്കുമ്പം കൊതി വരും. ഇവനും ഞാൻ പാല് കൊടുക്കും. ഏത് പാട്ടെന്നറിയാമോ? റംബാഹോ ഹോ 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 സംബാഹോ ഹോ ഹോ ഹോ. പാടിയിലേക്ക് അപ്പോഴും ഉള്ളും മുഖത്ത്. അങ്ങനത്തെ ചെറുക്കാനാണ്. എടി എന്താണെന്നറിയ, ഈ ചെറുക്കന് ഉത്തരവാദിത്വം ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഉത്തരവാദിത്വം അച്ഛൻ തീരുമാനിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ട്. എന്റെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജോലി ഉള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിക്കണം. എന്നിട്ട് അവളെ ചെലവിൽ ജീവിക്കണം. നിങ്ങൾ ഇങ്ങ് വന്നാണ്. ചെറുക്കന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്തുവാടി? ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോകണം. എന്താ കാര്യം പറ. അവന് നല്ല വിളിദോഷമുണ്ട്.
ദൃഷ്ടിദോഷം അതുണ്ട്. ഇവൻ ഈ വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേ ഞാൻ അടുക്കളയിൽ കിടന്ന് തുമ്മി തുമ്മി മരിക്കുവാണ് മനുഷ്യ. നാട്ടുകാർ പ്രാകല്. എന്നിട്ട് അവന്റെ സ്വന്തം തന്തയെ ഞാൻ ഇതുവരെ തുമ്മുന്നില്ലല്ലോ. അത് നാട്ടുകാർക്ക് അറിയാം, തന്തയ്ക്ക് വിളിച്ചിട്ടും വലിയ കാര്യമില്ലെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയി തീരേണ്ടതല്ല. ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയൊക്കെ ഒരു സിനിമാറ്റിക് ഡാൻസർ ആയിരുന്നെങ്കിൽ ഞാൻ എവിടെ എത്തേണ്ട ആളെന്നറിയാമോ? ആര്? എന്റെ അച്ഛനും അമ്മയും സിനിമാറ്റിക് ഡാൻസർ ആണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയാണ്. രണ്ട് മുതുക്കുകളും കേൾക്കാൻ വേണ്ടി പറയാം, ചിന്തിച്ചാ മതി, കുന്തളിക്കണ്ട. അങ്ങ് പോയ മക്കളെ. നോക്കിയോണ്ടിരിക്കുക, ചവിട്ടി ഇറക്കുക അങ്ങോട്ട്. ദൈവമേ, കൈ അങ്ങോട്ട് നിൽക്കട്ടോ. ഉണ്ണിക്കൈ വളരേണം, പൊന്നുണ്ണിക്കൈ വളരേണം, കുഞ്ഞിക്കാൽ വളരേണം. അതെന്താ പരിപാടിയാടി? എന്ത് അവന് മാത്രമുള്ള കോപ്പ്? കോപ്പല്ല, മോപ്പ്. എന്ത് കോപ്പായാലും അതെനിക്കില്ല, എന്റെ ദേഹത്ത് കൂടി തുറക്കാനായിട്ട്. നിങ്ങൾക്ക് ഈ മോപ്പ് ശരിയാവൂല. ഞാനൊരു തൂമ്പ എടുത്ത് വെച്ചിട്ടുണ്ട്, അമ്മാതിരി ചെളിയല്ലേ ദേഹത്തിരിക്കുന്നത്. വേണ്ട ചെറുക്ക, അവരെടാ നീ വന്നടി, എന്റെ ശരീരം മൊത്തം ഉറച്ചതേക്ക്. അല്ല, ഞാൻ ആലോചിക്കാനല്ല അച്ഛാ. എന്തുവാടാ? ഞാൻ വല്ല ശ്രീനിവാസന്റെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെ ഒക്കെ മോനായിരുന്നെങ്കിൽ ഇന്ന് സിനിമയിലൊക്കെ അഭിനയിച്ച എന്റെ ലൈഫ് സെറ്റായന. ഇല്ലേ അച്ഛാ? അവൻ പറഞ്ഞ കേട്ടാടി, അതുകൊള്ള നിന്റെ ഈ ഒറ്റ സൈലന്റ് കളിയാണ് നമ്മുടെ പല സ്കിറ്റും പൊളിച്ചിട്ടുള്ളത്. നീ വരക്കടി. അച്ഛാ എന്നെ തയ്ക്കുന്നില്ലേ? സിനിമാ നടൻ അച്ഛനോട് പോയി പറയണ വരച്ചു തരാനായിട്ട്. എടാ, ഈ സിനിമയുടെ കാര്യം നീ പറഞ്ഞില്ലേ? പണ്ട് 1978 തോന്നുന്നു ഞാൻ ചെന്നൈയില് ഒരു പടത്തിൽ അഭിനയിക്കാനായിട്ട് ചെന്നപ്പോഴത്തേക്കും സത്യം പറയാം, അയ്യോ വെടി നിർത്തച്ചാ, വെടി നിർത്ത്, വെടി നിർത്ത്, വെടി നിർത്ത്. വെടിയൊന്നുമല്ല, എടി നീ കേൾക്കണം. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡയറക്ടർ എന്നെ കണ്ടിട്ട് പറഞ്ഞ് സൂപ്പർ സ്റ്റാർ ആകാനായിട്ടുള്ള ഒരു കഴിവ് എനിക്കുണ്ടെന്ന് പറഞ്ഞ്. വെടി നിർത്ത് മനുഷ്യ. ഇങ്ങനെ ഇരിക്കണ്. പാകിസ്ഥാൻ വെടി നിർത്താൻ പറഞ്ഞപ്പോ കേട്ടില്ല, അമേരിക്ക പറഞ്ഞപ്പോ കേട്ട്. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ഞാനിവിടെ ന്യൂസ് കണ്ടോണ്ടിരുന്നപ്പോഴല്ലേ പോയത്. എടി ഒന്നും പറയണ്ട, യുദ്ധം എന്തായെന്നോ കാര്യമൊന്നും അറിയത്തില്ല, എന്തായെന്ന് നോക്കാം. നമസ്കാരം, 24 ന്യൂസിലേക്ക് സ്വാഗതം. റാപ്പറുടെ ഷോയ്ക്കിടയിൽ സംഘർഷത്തിനിടയിൽ കാണികൾ പരസ്പരം ചെളിവാരി എറിഞ്ഞു. നടന്ന കാര്യം 5,40,50,000 രൂപയുടെ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കണ്ടാൽ അറിയാവുന്ന ഒരു പ്രതിക്കെതിരെ പോലീസ് കേസെടുത്തു. ടിവിയിൽ വാർത്തയും ഫോട്ടോയും വന്നിട്ടും നിന്റെ തന്ന കരുകല്ല് പോലെ നിൽക്കുന്ന എന്താടാ? അമ്മയ്ക്ക് അലക്ക ഒരു കല്ല് വേണമെന്ന് പറഞ്ഞില്ലേ, ആ കല്ല് മതിയാവും നോക്ക്. അയ്യോ എന്റെ ദൈവമേ, അറിയാതെ പോയതാണ്. നിങ്ങളല്ലേ അറിയേണ്ടത്. അയ്യോ, എന്റെ വീട്ടില് പോലീസ് പട്ടി ഇപ്പൊ വരുവേ. എടി ഞാനെന്തോ ചെയ്തെന്നാണ്? എന്തോ ചെയ്യുന്ന ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു. ഇതുവരെ ചെളി കേസ്. എനിക്ക് നിങ്ങളെ കാരണം ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ഇവനെ വിളിക്കാനോട്ട് അങ്ങോട്ട് പോയതല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, 5,40,000 ഒന്നും കണ്ട പറയുന്നത്. നീ കുടുംബശ്രീന്ന് ഒരു ലോൺ എടുത്ത് ഞാൻ അടയ്ക്കാം. അവളുമാർക്ക് അച്ചപ്പം മുറുക്കുണ്ടാക്കാൻ പൈസ തകയില്ല, പിന്നെ കുടുംബശ്രീ 5 ലക്ഷം ലോൺ. എനിക്കറിയാടി, നിനക്ക് എന്നോട് സ്നേഹമില്ല. ഇല്ല മനുഷ്യ, അതൊക്കെ എന്റെ മോൻ. അച്ഛനൊരു ദുഃഖം വന്നു പറഞ്ഞപ്പോഴത്തേക്ക് നിന്ന് പൊട്ടിക്കരയുകയാണ്. മോനെ കരയട്ടാ. പറയട്ടളിയാ, തവളൊരു റാപ്പറ പരിപാടിയാണോ പോയില്ലേ? അച്ഛൻ വന്ന് പെട്ടണ. നീ ആ വാർത്ത വെച്ച് 24 വെച്ച് നോക്ക്, അതിലോട്ട് അച്ഛന്റെ ഫോട്ടോ കണ്ടാ തിരിച്ചറിയുന്ന പ്രതി കൊണ്ടുപോകും, പൊക്കിക്കൊണ്ട് പോകും. വൈകുന്നേരം എന്റെ വക, നീ പേടിക്കണ്ട, ഞാൻ ഏറ്റ്. എനിക്ക് പറ്റൂല. ഇത് എന്തോന്നാണ് നിന്റെ വൃത്തികെട്ടവര്. എടി സത്യം പറഞ്ഞ ഞാൻ അവിടെ അങ്ങനെ ഒന്നും ചെയ്തില്ലടി. അതായത് ഞാൻ ഇങ്ങനെ ചെന്ന് നിന്നപ്പോഴത്തേക്ക് ചെളി കാലിങ്ങനെ പൊതഞ്ഞല്ലോ, അപ്പൊ ചെരുക്കെടുക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് കുനിഞ്ഞതാ, അല്ലാതെ ദൈവത്തിനായിട്ട് ഞാൻ ആരെയും ചെളിവാറി എറിഞ്ഞത് ഞാൻ കണ്ടല്ല. ഈ തറവാട്ടിൽ ഇന്നേ വരെ ഒരു പോലീസ് കയറിയിട്ടില്ല. ആ ചീത്തപ്പേരൂടെ എനിക്ക് ഇനി ഉണ്ടാക്കി തരത്തേ ഉള്ളൂ. അയ്യോ, ഇത് അങ്ങനെയൊന്നും പറയല്ലേ. ഇതിപ്പോ എന്തോ ചെയ്യുന്നേ, എന്തോ ചെയ്യാൻ പറയും. നിങ്ങൾ ഇവിടെ ഇറങ്ങി പോണം, അല്ല അപ്പൊ എന്തോ ചെയ്യാനാ? ഞാൻ ഇറങ്ങി പോണം ഇവിടുന്ന്. ഞാൻ ഇറങ്ങി പോണോ? എടി ഞാനല്ല പോണ്ടത്, നീയാണ് ഇറങ്ങി പോണ്ടത്. ഞാൻ എന്തിനു പോണം? നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോണം. ഞാൻ പോണല്ലേ? ഞാൻ പോണെന്നാണ് നിങ്ങൾ ഇറങ്ങിപ്പോ. നിങ്ങളല്ലേ ചീത്തപ്പേരുണ്ടാക്കി വെച്ചത്. ശരി, ഞാൻ പോയേക്കാം. അങ്ങ് പോവോ നിങ്ങൾ? എന്നെ പുച്ചുള്ള വീട്ടിൽ പിന്നെ ഞാനിവിടെ നിന്നിട്ട് എന്ത് കാര്യം? നീ എന്റെ മോൻ തന്നെ. തൽക്കാലം എന്റെ കൂടപ്പുറപ്പിന്റെ സ്ഥാനത്ത് നിന്ന് അച്ഛനെ വിളിയുടെ അങ്ങോട്ട്. കൂടപ്പുറപ്പിന്റെ അളിയാ, അച്ഛാ പറയുന്ന ഒരു കുടുംബമാകുമ്പോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അച്ഛനിപ്പോ ഒരു അബദ്ധം പറ്റി എന്നും പറഞ്ഞ നാട്ടുകാരെ മൊത്തം അറിയിക്കേണ്ട കാര്യമില്ല. വേണ്ട, വീട്ടിനകത്തുള്ള പ്രശ്നം വീട്ടിനകത്ത് തീർക്കണം. നിങ്ങൾ രണ്ടുപേരുള്ള പ്രശ്നത്തിനിടയിൽ മൂന്നാമതൊരാളെ ഇടപെടുത്തരുത്.
ഈ മൂന്നാമതൊരാളെ നീ എന്തിനാണ് അതിനകത്ത് കയറി ഇടപെടുന്നത്? നിനക്ക് ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത് ഞങ്ങളുടെ ഭാര്യ ഭർത്താവ് പലതും ഉണ്ടാവും. മൂന്നാമതായി നീ എന്തിനാ എന്റെ ഇടയ്ക്ക് സംസാരിക്കാൻ ഇടപെടുന്നത്? ചെളിമോന്തേ മച്ചോണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഞാൻ പോകത്തില്ല. ഞാൻ ഇറങ്ങും ഇവിടെ. നീ പോണം. ഞാൻ പോകും. എനിക്ക് ഭർത്താവും വേണ്ട, മക്കളും വേണ്ട, ഒന്നും എന്നെ വിട്ടിട്ട് പോകാൻ പോവാ. ഞാൻ പോകും. മക്കളെ, നിന്റെ അമ്മ നമ്മളെ വിട്ടിട്ട് പോകാൻ പോവാണ്. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം നടക്കണമെന്നുണ്ടെങ്കിൽ അത് പുറത്താരും അറിയരുത്. നമ്മൾ പറഞ്ഞു തീർക്കണം. നീ അമ്മയുടെ ഒന്നും സംസാരിക്ക്, പോകണ്ടെന്ന് പറ. ഞാൻ പോകും. അമ്മച്ചി എന്ത് അമ്മച്ചിക്ക്? ആണ്ടെ, നമ്മുടെ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും നടക്കും. അതിന് നമ്മള് മൂന്നാമതൊരാളെ ഇടപെടുത്താൻ പാടില്ല. നീ ആര്? നീ ആരുടെ ഇതൊക്കെ പറയാൻ? ചെളിവായ മാറിയില്ലടാ അങ്ങോട്ട്. നിനക്കെന്താ ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിനകത്ത് ഇടപെടാനായിട്ട് ആവശ്യമുള്ള കാര്യം ആവശ്യമില്ലാത്ത കാര്യം ഞാൻ പോയി തരാം. ഞാൻ പോയി തരാം. ഞാൻ ചോറ് വല്ലതും കഴിച്ചിട്ടേ ഞാൻ പോകുള്ളൂ. അവള് പോണെന്ന് നീയാണ് മോൻ. പുറത്തറിയാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ തന്നെ തീരണം. പറ ചെന്ന് പറയടാ. ചെന്ന് പറയടാ. ഞാൻ പോണേ. അമ്മ വിളിക്കണില്ലേ? ഞാൻ എന്താ അമ്മച്ചിക്ക്? അമ്മച്ചിക്ക് നമ്മളെ വീട്ടിൽ പല പ്രശ്നവും നടക്കും. നടക്കും. 4 ചുവരിനകത്ത് അതങ്ങ് തീരണം. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ നാലാമതൊരാളെ ഇടപെടുത്താൻ പാടില്ല. മൂന്നാമതൊരാളല്ലേ? മൂന്നാമതൊരാൾ എന്റെ ചവിട്ടി വെളിയിലാക്കാല്ലേ? അത് വേണ്ട. എനിക്കൊന്നും അറിയണ്ട. പോലീസ് ഇപ്പൊ വരും. പോലീസ് വരുവാ? ഇവിടെ അറസ്റ്റ് കിടക്കും. എന്റെ ദൈവം, അങ്ങനെയൊന്നും പറയല്ലേ. എടി, ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല. എന്നെ പോലീസ് പിടിച്ചിട്ട് പോയി എന്തോ ചെയ്യും? നിങ്ങൾ സറണ്ടർ ആവും മനുഷ്യ. അതിന് ഇവിടെ വല്ല രാഘവലം നോക്കുന്നുണ്ട്. എന്തോന്നു? ഞാൻ കലണ്ടർ ആകാൻ പറഞ്ഞു. ബെസ്റ്റ് കോമഡി. കലണ്ടർ ആവാനല്ല, കീഴടങ്ങാൻ പറഞ്ഞത്. അങ്ങനെയൊന്നും എനിക്ക് കീഴടങ്ങാൻ പറ്റത്തൊന്നുമില്ല. പോലീസ് വരുവാ? പോലീസ് വരും. പോലീസ് മാത്രം വരും. പോലീസ് വരുമ്പോ അച്ഛൻ എങ്ങനെ എനിക്ക് അറസ്റ്റ് ചെയ്യണത്? ഒന്ന് ചേർത്ത് കൂമ്പിനടിക്കും. 6 മണിക്ക് മുമ്പ് എന്നാ മതിയായിരുന്നു. ജംഗ്ഷൻ ഇറങ്ങുന്ന മുമ്പേ കാണാൻ പറ്റൂല. എനിക്കൊരു കാര്യം, പോലീസും പട്ടാളമൊക്കെ വരുമ്പോഴേ നല്ലൊരു ഡ്രസ് ഇല്ലടാ. അതമ്മ വിട്. ഞാൻ ജീവിച്ചിരിക്കല്ലേ, ഞാൻ ഒപ്പിച്ചു തരാം. എനിക്ക് എന്നാലും ഈ ന്യൂസ് ഒക്കെ വരുമോ? ന്യൂസ് 24 ന്യൂസ് വരെ വരും മക്കളെ. എനിക്ക് കണ്ടോളാൻ കൊതിയായി അച്ഛനെ പിടിച്ചോണ്ട് പോണത്. ഒരവസരം വന്നപ്പോഴത്തേക്ക് എന്റെ പോലീസ് കൊണ്ടുവന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പെരുമാറുന്നത്. നിങ്ങൾ ഇത്ര നാളെ ഞാൻ പണ്ട് പോലെയല്ലേ നോക്കിയത്? മേലെടുത്ത് രാഘവനാര് ചെറ്റയാ. അത് ഇവിടെ പറയേണ്ട കാര്യം. പെട്ടെന്ന് വായി വന്നുപോയി, അതുകൊണ്ട് അറിയാതെ പറഞ്ഞു. ഞാൻ അതിനകത്ത് കയറി പിടി. ചുമ്മാ പറഞ്ഞതാണ്. എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാണ്. അബദ്ധം പറ്റിയതാണെന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. ഇനി കേസല്ല, കോടതിയിൽ എന്ത് വന്നാലും ഭർത്താവായി പോയില്ലേ നോക്കിയല്ലേ പറ്റുള്ളൂ. എന്തുണ്ടെങ്കിലും ഞാൻ നോക്കിക്കോളാം. ഇനി പരിപാടി കോപ്പെന്നും പറയും തന്തേ മോനും ഇവിടെ ഇറങ്ങത്തില്ല. എന്റെ സ്വഭാവം മറന്നു നോക്കിക്കോ. ഹലോ അളിയാ. ഓക്കെ ഞാൻ വരും. അമ്മ എന്തോന്നു? ഞാൻ പോയിട്ട് വരാം. എവിടെ പോണു നീ? ഞാൻ ഇന്നലെ മറ്റേ കാണാൻ പോലെ റാപ്പറ പരിപാടിയില്ലേ, അതങ്ങ് ഇടുക്കിയിൽ പരിപാടി വെച്ചേക്കുന്നു, കുന്നിന്റെ മുകളിൽ. ഈ ചെളി വരണ്ട ഒന്നും പോരെ. ഇനി വല്ല കുന്നും വരെ കയറി പോകാൻ പോകണടാ നീ. അമ്മ, അയാളൊരു കാലഘട്ടത്തിന്റെ ഗായകനാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ പരിപാടി എവിടെ വെച്ചാലും പ്രേക്ഷകർ ലക്ഷക്കണക്കിന് ആ പരിപാടി പോയി കാണും. ആ കൂട്ടത്തിൽ ഒരുത്തരാണ് ഞാൻ പോയി കണ്ടിട്ടേ വരൂ. അച്ഛൻ വരുന്നുണ്ടോ? ജാമ്യം കിട്ടുമെന്ന് അറിയത്തില്ല. എങ്കിൽ ഞാനും എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചു, ശ്രീചേട്ടാ ഇത് ശരിക്കും മണ്ണാണ് ചോദിച്ചു. അതേ കുട്ടി, ശരിക്കും ഇത് മണ്ണാണ്. ഞാനും പിന്നെ ആരൊക്കെയാ എന്താ പറഞ്ഞ വിജയ് അങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമേ ക്യാരക്ടറിന് വേണ്ടിയിട്ട് റിയൽ ആയിട്ട് ചെയ്യുള്ളൂ. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ ജഡ്ജസിലേക്ക് പോകാം. സ്റ്റാർട്ടിങ് വിത്ത് യു പ്രസാദ് ഏട്ടാ, പറയൂ. വളരെ ആനുകാലികത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്കിറ്റാണ്. അതായിരുന്നു ഇതിൻ്റെ ഒരു അട്രാക്ഷൻ. മനസ്സിലായില്ലേ? റാപ്പ് മ്യൂസിക്കിനോടുള്ള നമ്മുടെ ആബാലവൃദ്ധം ജനങ്ങളുടെ ഒരു താല്പര്യം, ആ താല്പര്യം കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ പോകുമ്പോഴുണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങളും കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പോസിറ്റീവ് സൈഡും അതേസമയം അതിൻ്റെ നെഗറ്റീവ് സൈഡും കാണിച്ചു. അതോടൊപ്പം തന്നെ പ്രസാദിൻ്റെ ആ പെർഫോമൻസ്, മേളാങ്കിക്കൽ റംബാഹോ എന്നുള്ള ഡാൻസ് നമ്മൾ ഒരിക്കലും കാണുമ്പോൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കില്ല ഈ ഒരു അമ്മ ഇങ്ങനെയൊക്കെ ഡാൻസ് ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. അപ്പോൾ ഏതായാലും നിങ്ങളുടെ എല്ലാവരും പെർഫോമൻസ് ഒക്കെ നന്നായിരുന്നു. പക്ഷേ കോമഡിയുടെ എന്താ പറയുന്നത്, കോമഡികൾ കുറവായിരുന്നു, കൗണ്ടറുകൾ കുറവായിരുന്നു. പക്ഷേ പെർഫോമൻസിൽ നിങ്ങൾ വളരെ മുകളിൽ നിൽക്കുന്നു. ഏതായാലും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു പ്രസാദ്. താങ്ക് യു. അടുത്തത് നസീർക്ക പ്ലീസ്. കോമഡി അങ്ങനെ കുറവ്, പല സ്ഥലങ്ങളിൽ അത്യാവശ്യം ചിരിക്കാനുള്ള ചില പോയിന്റുകളൊക്കെ ഉണ്ടായിരുന്നു. പ്രസാദിന് ഉദ്ദേശിച്ചത് ഈ സബ്ജക്റ്റിനനുസരിച്ചുള്ള ഒരു നിറവുള്ളൊരു കോമഡി. കാര്യം ചെളി പുരണ്ടിട്ടാണല്ലോ രണ്ടുപേരും അച്ഛനും മോനും വന്നിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു കോമഡി വർക്കൗട്ട് ആയില്ലെന്നാണ് പറഞ്ഞുള്ളൂ. നല്ല സാധനമായിരുന്നു കേട്ടോ. നിങ്ങൾ തിരഞ്ഞെടുത്ത സംഭവം കൊള്ളാം. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്യൂസ് എടുത്താണ് നിങ്ങളിതിവിടെ അവതരിപ്പിച്ചത്. ഫ്രഷ്നെസ് ഉണ്ടായിരുന്നു അതിന്. എന്തായാലും കാണാനൊരു രസമുള്ളതായിരുന്നു. നല്ല രീതിയിൽ നിങ്ങൾ 3 പേരും അത് അഭിനയിക്കുകയും ചെയ്തു.
പിന്നെ തമാശയുടെ ചെറിയ ചെറിയ കുറവുണ്ട്, പക്ഷെ നിങ്ങളുടെ അവതരണത്തിൽ നമ്മളത് ആ കാര്യം അങ്ങ് മറന്നുപോയെന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരം സ്കിറ്റുമായിട്ട് വീണ്ടും വരിക. 3 പേരും നന്നായിരുന്നു കേട്ടോ. അച്ഛനും കൊള്ളായിരുന്നു, ഭാര്യയും കൊള്ളായിരുന്നു, മകനും കൊള്ളായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഇക്ക. ഷാജി ചേട്ടാ, ഓവർ ടു യു. നേരത്തെ രണ്ടുപേരും പറഞ്ഞ പോലെ തന്നെ ആനുകാലിക വിഷയമാണെന്നുള്ളതാണ് ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എനിക്ക് തോന്നുന്നു പ്രസാദിന് അമ്മവേഷങ്ങൾ ഏറ്റവും കൂടെ ചേരുന്ന സ്കിറ്റുകളിൽ ചേരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അത് ഇഷ്ടവുമാണ്. പ്രസാദ് അസലായിട്ട് ചെയ്യുന്നത്. ഫിലോമിന ചേച്ചി പഴയ അത് മാത്രമല്ല ഒരു ഏജിൻ്റെ വിഷയങ്ങളൊക്കെ വിട്ടിട്ട് ആ എനർജി ലെവലിൽ ഡാൻസ് ഒക്കെ വരുമ്പോൾ വേറൊരു ലെവലിലാണ്. പിന്നെ ശ്രീജു ഒരു ഏരിയയിൽ ശ്രീജുവിന് ഡയലോഗേ ഇല്ലായിരുന്നു കുറേ നേരം. അപ്പോൾ ശ്രീജു അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ഒരു ഏരിയ നോക്കിയായിരുന്നു. പിന്നെ ആ ഫാമിലി ശരിക്കും നമുക്ക് വർക്കാവും. അവർ 3 പേരും തമ്മിലുള്ള കോമ്പിനേഷനും എവിടെയും ഡ്രോപ്പ് ആവാതെ കംപ്ലീറ്റ് നമ്മൾ സ്കിറ്റ് എന്താണോ നിങ്ങൾ ഏൽപ്പിച്ച ജോലി അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ടൈമിംഗ് ഒന്നും തെറ്റാതെ എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്തു മുന്നോട്ട് പോയി. നല്ല വിഷയമായിരുന്നു. താങ്ക് യു. താങ്ക് യു ജഡ്ജസ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി സ്കോറിലേക്ക് പോകാം. പ്രസാദ് പ്ലീസ്. ഒരു 17,000. ഓക്കെ, ഷാജേട്ടാ ഒരു 18 ആവാം. 18,000. പക്ഷെ ടോട്ടൽ പറ എത്രയായി? 35, 35. അവ ഞാൻ ബാക്കി തരുന്നതും കൂടെ കൂട്ടി എത്രയാന്ന് പറയണം കേട്ടോ. ഓക്കെ ഓക്കെ, പിടിച്ചോളൂ. 60,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. എത്ര കൂടി? 35ന്റെ കൂടെ ബാക്കി 25,000. ആരാ പറഞ്ഞ കണക്കിന് പുറകിലാന്ന്. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഇതേപോലെ എന്താ ഒരു വാക്ക് പറയല്ലോ, ആനുകാലിക പ്രസക്തി അല്ലേ? അതേപോലെയുള്ള സ്കിറ്റൊക്കെ ആയിട്ട് ഇനിയും വരിക. ഗോൾഡൻ പഞ്ച്, സിൽവർ പഞ്ച് എല്ലാം കിട്ടട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്. ഒരു പഞ്ച്. അയ്യോ, എന്റെ തുളസിത്താറ ഗർഭിണിയായോ? ഇതെന്താ വീർത്തിരിക്കുന്നത്? അയ്യോ, കള്ളൻ, കള്ളൻ, നാട്ടുകാരെ ഓടി വായോ, ഓടി വായോ, കള്ളൻ, 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 കള്ളൻ. ആരാ? ക്രിസ്മസ് പപ്പ. അയ്യോ, പോലീസിന്റെ യൂണിഫോം ഒക്കെ ഇട്ടോണ്ട് വരുവോ? അപ്പൊ അത് മനസ്സിലായി, എന്നിട്ടാണ് നിങ്ങൾ പാഞ്ചം പൂജം തല്ലിയത്. എന്താ ഇപ്പൊ ഇവിടെ വന്നേ? മിണ്ടരുത്. നിങ്ങൾ രമേശന്റെ ഭാര്യയല്ലേ? എന്നൊക്കെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് സാർ. അല്ല, രമേശന്റെ ഭാര്യയാണ് സാർ. അവൻ ഈ നാട് മുഴുവൻ നടന്ന് മോഷ്ടിക്കുക. കുറെ നാളായി പോലീസുകാരെ വെട്ടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട്. അവനെ പൊക്കി ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന എന്തിനാ? അവനെ പകല് വന്നാൽ കിട്ടത്തില്ല. വെളുപ്പിനെ ആവുമ്പോ കൈയോടെ പൊക്കാൻ പറ്റും. അവനെ കൈയോടെ പൊക്കി അകത്തായി കഴിഞ്ഞാണ്ടല്ലോ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഒരു പൊൻതൂവൽ കൂടി എനിക്ക് നടാൻ പറ്റും. സാറേ, സാറൊരു തൂവലിന് വേണ്ടിയിട്ടാണ് വെളുപ്പാങ്കാലത്ത് ഇവിടെ വന്നിരുന്നത്. സാറിന് എത്ര തൂവല് വേണം? ഈ പപ്പും പൂടയ്ക്കും വേണ്ടി ഇങ്ങനെ വന്ന് ഉറക്കമുളച്ചിരിക്കേണ്ട കാര്യമുണ്ടോ സാറേ? എന്റെ കോഴിക്കോട്ടിൽ 5-6 തൂവലുണ്ട്. അതിൽ ഒരെണ്ണം സാറിന് കൊണ്ട് ഞാൻ തരാം. അതല്ല, സാറിന് മയിലിന്റെ പീലി വേണമെങ്കിൽ അതും കൊണ്ട് തരാം ഞാൻ. ഒരു മയിലിന്റെ തൂവലല്ലേ എനിക്ക് ആവശ്യം, എനിക്ക് പൊൻതൂവല് തന്നെ വേണം. മനസ്സിലായോ? അവനെ ഞാൻ കൈയോടെ പൊക്കുന്നു. അറെ വേണ്ട സാറേ, എന്റെ ഭർത്താവിനെ കൊണ്ടുപോകല്ലേ. കൊണ്ടുപോകും. ഇന്ന് ഞാൻ പിടിക്കും. അയ്യോ, പിടിക്കല്ലേ സാറേ, പിടിക്കല്ലേ. ഒരു പെണ്ണ് മാത്രമുള്ള വീട്ടിൽ കയറി പിടിക്കല്ലേ സാറേ, പിടിക്കല്ലേ സാറേ, പിടിക്കല്ലേ. നിങ്ങളെ പിടിക്കണ കാര്യമാണോ ഞാൻ പറഞ്ഞത്? പിന്നെ നിങ്ങളെ ഭർത്താവിനെ ഞാൻ പിടിക്കുന്നു. എന്റെ ഭർത്താവിനെ പിടിക്കുന്നു? അതെന്തിനാ എന്റെ ഭർത്താവിനെ പിടിക്കുന്നു? സാറ് പറയാറോ, ഒന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞേ സാറേ. പിടിച്ചേ ഞാൻ സാറെന്തിനാ ഈ ഉടുപ്പൊക്കെ ഉറുന്നേന്? അവനെ എന്റെ യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ അവൻ രക്ഷപ്പെട്ട് കളയും. അതുകൊണ്ട് വേഷപ്രശ്നായി ഇവിടെ നിന്ന് അവനെ ഞാൻ പൊക്കും. അവൻ വരുമ്പം ചോദിക്കുകയാണെങ്കിൽ ബോംബെന്ന് വന്ന എന്റെ അമ്മാവനാന്ന് പറഞ്ഞാൽ മതി. അല്ല, എന്റെ അമ്മാവന്മാരെയൊക്കെ ചേട്ടൻ അറിയാം, നന്നായിട്ട് അറിയാം, രമേശൻ അറിയാം. ഇനി ചെറുപ്പത്തിലെ നാട് വിട്ട് ബോംബെ പോയ അമ്മാവനാന്ന് പറഞ്ഞാൽ മതിയെന്ന് മനസ്സിലായോ? അയ്യോ, ഇപ്പൊ കറക്റ്റ് അമ്മാവൻ കേട്ടോ. ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവൻ വരുമ്പോ എന്നെ കുറിച്ച് എന്തെങ്കിലും ഹിന്റ് കൊടുത്താൽ ഇത് കണ്ടല്ലോ സാറേ, ഇതിലെന്താ ഉണ്ട്? ഇതിനകത്ത് ഉണ്ടയുണ്ട്. അപ്പൊ ഒന്നും ഇല്ലല്ലേ? ഒന്നുമില്ലെന്നും. ഉണ്ടയുണ്ടെന്ന് പറഞ്ഞു. ഉണ്ടെന്ന് 4 ബുള്ളറ്റിനകത്തുണ്ട്. ആ പള്ളൊക്കെ ഞാൻ വെച്ചിട്ട് നിർത്ത്. ഓവറാക്ഷൻ വേണ്ട, ഓവറാക്ഷൻ വേണ്ട. അവൻ വരുമ്പോ ഞാൻ പൊക്കും. മനസ്സിലായല്ലോ? അവൻ വരട്ടെ. രമേശ മരല്ലേ, രമേശ മരല്ലേ, രമേശ വരല്ലേ, രമേശ മരുന്നു. രമേശ പോ, രമേശ പോ. അത് കൊള്ളാം. ഭർത്താവ് രാവിലെ പണിക്ക് പോയിട്ട് നേരം വിളിക്കുമ്പോ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പറയണത്? ഭർത്താവ് പോകുന്നു. എടി ഇന്നും ഒരു ഇതാരത്? അത് ബോംബെന്ന് നാട് വിട്ട അമ്മാവൻ. ബോംബെന്ന് അല്ല, നാട്ടിൽ നിന്ന് ബോംബെ വിട്ട അമ്മാവൻ. എന്താന്ന് വെച്ച് പറഞ്ഞു? ഇത്ര ബോംബെയിലോട്ട് നാട് വിട്ടു പോയ അമ്മാവൻ. നിങ്ങൾക്ക് ഇങ്ങനെ അമ്മാവുള്ള കാര്യം എന്നോട് പറഞ്ഞില്ല. എനിക്ക് അറിയത്തില്ല, ഇന്ന് വെളുപ്പക്കാലത്താ കണ്ടത്. സത്യം പറഞ്ഞ ഒരമ്മാവന്
ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. എനിക്ക് ആരുമില്ല. ഞാൻ ഇവളെ വഴി നീട്ടിപ്പോ കെട്ടിക്കൊണ്ട് പോകുന്ന. അമ്മാവൻ എന്താ അമ്മാവൻ ഈ കൊച്ചുനാളിൽ ഒളിച്ചു പോയത്? എടി ഇന്നത്തെ ബിസിനസ് നടന്നിട്ടില്ല കേട്ടാ. അമ്മാവൻ എന്താ ഈ കൊച്ചുനാളിൽ ഒളിച്ചു പോയത്? അതെന്നാന്നറിയോ മക്കളെ, കൊച്ചിലെ ഞാൻ എനിക്ക് ചെറിയ മോഷണവും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ? മോഷണവും കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. മടിയുമല്ലേ? അല്ല നമുക്കതിന് മോശമൊന്നും ഇല്ലല്ലോ രമേശ. പിന്നെ നമ്മള് എങ്ങനെ കഴിക്കണത്? നീ ഇത് ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങ് ഒരു ദിവസം എന്തായാലും ഒരുപാട് നാൾ മോഷിച്ച ഒരു ദിവസം പിടിക്കപ്പെടും. പിന്നെ അത് നമ്മുടെ കട്സാണത്. എത്ര കച്ചായിട്ട് തന്നാലും ഒരു ദിവസം പിടിക്കും, പോലീസ് പിടിക്കും. നമ്മുടെ പവർ പോലെ ഇരിക്കും. എന്നിട്ട് അങ്ങനെ ഒരു ദിവസം നാട്ടുകാരെല്ലാം കൂടി എന്നെ പിടിച്ച് ആ വിഷമത്തിന് ഞാൻ കള്ളവണ്ടി കയറി ബോംബെ പോയതാ. ആണല്ലേ? പക്ഷെ നമ്മൾ ഇത്ര നാളെ തുടങ്ങിയിട്ടുണ്ടല്ലോ, ഒരു പിടുത്തവും പിടിച്ചിട്ടില്ല. എന്നെ പിടിച്ചിട്ടില്ല. തോണ പിടിക്കും, പിടിക്കാൻ സാധ്യതയുണ്ട്. ഇന്നലെ ഒരു രസം ഉണ്ടായി. അത് പറ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഏതായാലും ബിസിനസ് ഡള്ളാണ്. എന്റെ പണി ഇച്ചിരി ഡള്ള. അത് നമ്മുടെ ഇവിടെ ഒരു എസ് ഐ വന്നിട്ടുണ്ട് ഒരു തുക. അവനെ ഉണ്ടല്ലോ, അവനെ രാജവെമ്പാല ഒത്തിച്ചാവും. അവൻ അങ്ങനെ ചാവും. രാജവെമ്പാല വേണ്ട, ഒരു നീർക്കോലി കടിച്ച് അത്താഴം മുടങ്ങിയാൽ മതി. അല്ലല്ല, പറ്റില്ല. അവൻ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ കാലൊരു 6 ആണി അടിച്ചിട്ട് ഞാൻ അവനെ കൂട്ടി. എനിക്ക് അത്രയ്ക്ക് കലിയാണ് അവൻ. കാരണം ഇപ്പൊ മോഷ്ടിക്കാൻ ഇറങ്ങാൻ പറ്റില്ലെന്ന്. ഇന്നലെ പോലീസ് സ്റ്റേഷന്റെ അപ്പുറത്തൊരു വീട്ടിലായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തു. എന്തിനാ ഇതൊക്കെ പറയുന്നത്? അമ്മനോട് പിന്നെ കാര്യങ്ങൾ പറയണ്ടേ. അപ്പൊ അവിടെ ചെന്നപ്പം പോലീസുകാർ ചെറിയൊരു ഏറിട്ട് നോക്കിയാണ്. ടയർ നാളെല്ലാം കുത്തി കയറി ജീപ്പിന്റെ. എന്ന് പോലീസുകാർ ചോദിച്ചില്ല. അതിനുള്ള അവസരം ഞാൻ കൊടുത്തില്ല. എസ് ഐ ഉണ്ടായിരുന്ന ഞാൻ അതിനകത്തിട്ട് കത്തിച്ചെന്നെ. എന്നിട്ട് നേരെ ആ വീട്ടിൽ ചെന്നപ്പം ഒരു 19 വയസ്സായ തള്ള മാത്രമേ ഉള്ളൂ. പിള്ളേരെ കൊണ്ട് ടൂർ പോയെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നതാണേ. അങ്ങനെ അവരെ കണ്ടപ്പോ ഒന്നും തോന്നിയില്ല. അവിടെ ഒന്നുമില്ല. പിന്നെ 2 ഗ്ലാസ് പാലും തിളപ്പിച്ച് 2 മുട്ട ഓംലേറ്റും ഉണ്ടാക്കി തള്ളക്ക് കൊടുത്ത്. ഇല്ല, ഞാൻ കഴിച്ചിട്ട് അവിടെ റെസ്റ്റ് എടുത്ത് നേരെ പോന്നു. ഇവക്കൊരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും രാവിലെ കൊണ്ട് കൊടുത്തില്ല, ഭയങ്കര പിണക്കുവാ. പിന്നെ വഴി വെച്ചിട്ടപ്പോ നമ്മുടെ ഒരു കൂട്ടുകാരെ കണ്ട് ഹലോ അളിയാന്നും പറഞ്ഞ് ഇങ്ങനെ കൈ തന്ന് അവന്റെ കൈ എന്നാ മോതിരം ഉരുക്കൊണ്ട് പോകുന്നു. ഇതേ ഉള്ളിന്ന് കേട്ടോ. ഇതുകൊണ്ട് തൃപ്തിപ്പെടണം. ഇത് രമേശന്റെ മോതിരമല്ലേ? കണ്ട തെണ്ടികളൊക്കെ തെണ്ടി മേടിച്ച മുതൽ. നമ്മൾ അങ്ങനെയാണല്ലോ അമ്മാവാണല്ലോ ഇതൊക്കെ ചെയ്യണേ. എനിക്കൊരു സംശയം, നീ എങ്ങനെയാണ് ഈ പോലീസുകാരെയൊക്കെ വെട്ടിച്ച് മോഷണം നടത്തുന്നത്? ഒന്നുമില്ല, എന്തെങ്കിലും ടെക്നിക്കാണ്. അമ്മാവനും കൂടെ എന്ന് പറഞ്ഞതാ. ഒന്നുമില്ല അമ്മാവാ, നമ്മൾ ഉണക്കമീനുമായിട്ട് എല്ലാം പട്ടി. അമ്മാവനെ അതൊന്ന് റെക്കോർഡ് ചെയ്തോട്ടെ, ഇടക്കിടക്ക് കേട്ട് പഠിക്കാലോ. എന്റെ മോഷണ രീതികൾ നമ്മളെ ഒരു ഉണക്ക മീനുമായിട്ട് നമ്മൾ രാവിലെ രാത്രി അങ്ങ് ചെല്ലും. ആരും ഉള്ളെങ്കിൽ പട്ടിക്ക് ഇട്ട് കൊടുക്കും. പട്ടിയുടെ ശല്യം അതോടുകൂടി ക്ലോസ്. പിന്നെ നമ്മൾ കത്താമരക്ക് വാതിൽ കുത്തിപ്പുറക്കും. അകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലേശം ചുറ്റിയൊക്കെ തലക്കെട്ട് ചെറിയ ഞൊട്ട് കൊലപാതകം. അങ്ങനെയല്ല, ചിലപ്പോൾ അവർ ചെറുതായിട്ടൊന്ന് മരിക്കും. അത് നമുക്ക് വിഷയമല്ല. പക്ഷെ അവർക്ക് സാധനങ്ങൾക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ നിസ്സാരമായ സംഭവങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ മാസം ഞാൻ ചെയ്തത് 40 മോഷണമാണ്. അമ്മാനോടായോണ്ട് പറയാം, 40 മോഷണം. ഭയങ്കര 40 മോഷണം നടത്തിയല്ലേ? അതൊക്കെ അനുകരിച്ച് ജീവിക്കാൻ നോക്കാം. രമേശ എല്ലാം പറഞ്ഞല്ലേ? എല്ലാം പറഞ്ഞു. അമ്മാവനോട് എല്ലാം പറയണം. എല്ലാം പറയണം. ഞാൻ കൂട്ടുപ്രതിയല്ലേ? എനിക്കിത് യാതൊരു പങ്കുമില്ല കേട്ടോ. നീ അമ്മാവന് ചായ എടുത്തോണ്ട് കൊടുക്കുക. ഞാൻ ചായ എടുത്തോണ്ട് കൊടുത്തോളാം. ഞാനിതിലൊന്നുമില്ലേ? അമ്മാവനോട് ഇന്ന് മോഷിക്കാൻ പോയിട്ടൊന്നും കിട്ടിയില്ലല്ലോ. അപ്പൊ അതിന്റെ ചെറിയ എറിവുണ്ടല്ല. ഇനി എന്തെങ്കിലും ടെക്നിക്കുകൾ ഉണ്ടോ? മോഷണം ടെക്നിക്ക് ഉണ്ട്. അമ്മാവൻ അതും കൂടെ കേട്ട് പഠിക്കണം. ഇന്ന് ഒരു ജുവലറി, ഒരു ബാങ്ക് കൊള്ളടിക്കാൻ തീരുമാനിച്ചു. ഇന്നാ എവിടെ? നമ്മുടെ അടുത്ത് തന്നെ സഹകരണ ബാങ്ക്. ഒന്നുമില്ല, ലോൺ ചോദിച്ചപ്പോ അയാൾ തന്നില്ല. ആണല്ലേ? എന്നാ പിന്നെ അതൊന്ന് കുത്തി ഇന്ന് രാത്രി പോകും. എടി ചായ കൊടുക്കും. ഇത് രമേശന് അത്യാവശ്യം അകത്താക്കാനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എന്തോ? ഇത് അമ്മാവന് അകത്താക്കോ. ഇത് അകത്താക്കാനുള്ള സാധനം കിട്ടി. അതൊന്നും ഒരു വിഷയം. അമ്മാവനെ ചിരിച്ചിരിച്ച് ചാകും. ബോംബെയിലെ കാര്യം ചായ കുടിച്ചാ നല്ല ചായല്ലേ? നല്ല, ഇവിടെ ചായക്ക് നല്ല അഭിപ്രായം. എന്തമ്മോ? ചായക്ക് നല്ല. എന്താ അമ്മാവ, വല്ല വിമിഷ്ടമുണ്ടോ? വിമിഷ്ടമുണ്ട്. ബാത്റൂം എവിടെയാ? ബാത്റൂം അയ്യോ എനിക്കറിഞ്ഞൂടാ. നീ പോവാറില്ലേ? അല്ല, നമ്മൾ ഈ വർക്കിന് പോകുമ്പോ അവിടെ തന്നെ മോഷമൊക്കെ കഴിഞ്ഞിട്ടേ എല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ട് ഇങ്ങ് പോരുകയാണ്. തെക്കേ മൂലക്കുണ്ട്. 4 ചാക്ക് മറച്ചപ്പുണ്ട്. അതാ ബാത്റൂം. അമ്മാവൻ എന്താ പറഞ്ഞിട്ടേ കിടന്നോണ്ട് തുള്ളുന്നത്? അത് ആരാന്നറിയാമോ? ആരായിരുന്നു? നിന്റെ അമ്മാവൻ, ബോംബെ താമസിക്കണ അമ്മാവൻ. എന്റെ മനുഷ്യ, ഇങ്ങോട്ട് പോ. അത് സ്ഥല എസ് ഐ സുധാകരൻ. ഞാൻ പറയട്ടെ, ഞാൻ അവനെ വിമ്മ് കലക്കി കൊടുത്തിട്ടുണ്ട്. അവനെ ഇപ്പഴേ ഒന്നും ഇങ്ങോട്ട് കയറി വരത്തില്ല. പക്ഷെ വേറൊരു കാര്യം ആദ്യം പറയാൻ, അങ്ങനെ തോക്ക് ചൂണ്ടിക്കൊണ്ട് എന്റെ നേരെ നിൽക്കുമല്ലായിരുന്നോ? ഇപ്പൊ എന്തോ ചെയ്യ? എനിക്ക് ആ പടം പേടിയാവുന്നു. ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. അല്ലെ, നിങ്ങൾ രക്ഷപ്പെട്ടല്ലേ?
എങ്ങനെ ഏട്ടാ? എന്താ? നിങ്ങൾ രക്ഷപ്പെട്ടേ എന്നെ കൊല്ലു അയാള്. അല്ല അതിൽ കാര്യമില്ലല്ലോ, എനിക്ക് രക്ഷപ്പെടണ്ടേ, നമുക്ക് ജീവിക്കണ്ടേ. എനിക്ക് എന്തെങ്കിലും പറ്റി നിങ്ങൾക്ക് വിഷമം, നിങ്ങൾക്ക് പിന്നെ ആരാ ചേട്ടാ ഉള്ളേ? അത് കൊള്ളാം. ഇതിനൊക്കെ വല്ല പ്രയാസമുള്ള കാര്യമാണ്. നാട്ടിലെ ഇറങ്ങുന്ന ഇഷ്ടം പോലെ പെണ്ണുങ്ങളുണ്ട്. ആരെങ്കിലും കെട്ടി സുഖമായിട്ട് ജീവിക്കണം. ഇയാളുടെ കാര്യം ഞാൻ നോക്കും. അപ്പൊ ഞാൻ ചാവുന്നോണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അതിലെന്താടി ബുദ്ധിമുട്ട്? എടി ഇപ്പൊ അങ്ങനെയുള്ള സാഹചര്യം വന്ന് നമ്മളത് സഹിക്കണം. അതിനുവേണ്ടി തയ്യാറാകണം. പക്ഷെ എനിക്ക് രക്ഷപ്പെടണം. നിങ്ങൾ രക്ഷപ്പെടണം അല്ലേ? നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ രക്ഷപ്പെടുന്നോണ്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ല. ചേട്ടൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചേട്ടനെ ഒന്ന് കണ്ടോട്ടെ, ഞാൻ ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചേട്ടാ. അതൊന്നും കുഴപ്പമില്ല, പിടിച്ചോ ചേട്ടനെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ ചേട്ടാ. കെട്ടിപ്പിടിക്കാം. ചേട്ടന് കൈ ഇങ്ങോട്ടോട്ടെ. എന്താന്നറിയാം, പറയട്ടെ, ഞാൻ കെട്ടിപ്പിടിക്കുമ്പോ ചേട്ടൻ എന്തെങ്കിലും കുസൃതി കാണിച്ചാലോ? ചേട്ടനെ ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ ചേട്ടാ. കാണിക്കില്ല. ഇനി നിന്റെ അവസ്ഥ എനിക്ക് എന്റെ പള്ളക്ക് 4 ഉണ്ട കയറണ്ട. അപ്പൊ നീ ഞാനില്ലെങ്കിൽ വേറെ പെണ്ണിനെ കെട്ടി എന്താണ് രമേശ വിഷയം? അതൊക്കെ പൊളിഞ്ഞ് അതൊക്കെ എടുത്ത് മാറ്റി, വിക്കൊക്കെ എടുത്ത് മാറ്റി. ഓടിയാൽ ഞാൻ വെടിവെക്കും. പറഞ്ഞോടെ നിൽക്കാതെ വെടിവെക്ക് സാറേ. അത് ഇപ്പൊ ഞാനിത് പിടിച്ചോണ്ട് എന്നിട്ട് എന്തെടുക്കാനാ? നിനക്കത് പിടിച്ചോണ്ട് നിൽക്കാൻ പറ്റും, പക്ഷെ എനിക്കിത് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഏതായാലും ആ പോലീസുകാരൻ പോയ സ്ഥിതിക്ക് അടുത്ത പോലീസുകാരൻ ഞാനാ. You are under arrest. അപ്പൊ നല്ല ഗംഭീരമായി ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞു. നമുക്ക് പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. നമ്മുടെ കാര്യക്കാർ ജഡ്ജസ്, താങ്ക് യു സോ മച്ച് കറക്ഷൻസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തതിൽ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. Till then, this is me, Meenakshi Sudhir, signing off from Flowers Comedy. ഇത് ഐറ്റം വേറെ. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.